السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على سيدنا محمد وآله وصحبه أجمعين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. അല്ലാഹു നമ്മയും നമ്മളോട് ബന്ധമുള്ള എല്ലാവരെയും അവൻ ഇഷ്ടപ്പെടുന്ന അടിയാറുകളിൽ ഉൾക്കൊള്ളിക്കുമാറാവട്ടെ. റബ്ബിൻ്റെ ദീന് പഠിക്കാനും അതനുസരിച്ച് പ്രവർത്തിക്കാനും നമുക്കേവർക്കും അവൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. ഇൻഷാ അല്ലാഹ് മനുഷ്യനെ കുറിച്ചും അവൻ്റെ സൃഷ്ടിപ്പിനെ കുറിച്ചും മതം പറയുന്നതും ആധുനിക വിജ്ഞാനം പറയുന്നതും കുറേയേറെ കാര്യങ്ങൾ മനസ്സിലാക്കിയവരാണ് നമ്മൾ. എങ്ങനെയെങ്കിലും ഒന്ന് സ്രഷ്ടാവിൻ്റെ അള്ളാഹുവിൻ്റെ പടച്ച റബ്ബിൻ്റെ സാന്നിധ്യം ഇല്ലാതെയാക്കാൻ വേണ്ടി ആധുനിക കാലത്ത് മനുഷ്യൻ്റെ ശരീരത്തെക്കുറിച്ചും ആവാസ വ്യവസ്ഥയെക്കുറിച്ചും കഠിനമായി അധ്വാനം ചെയ്ത് പലരും പഠനം നടത്തുകയും പിന്നെ അതെല്ലാം വെച്ച് അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിലെ വൈകല്യം തെളിയിക്കുക എന്നുള്ള രീതിയിൽ ആഘോഷം നടത്തുകയും ചെയ്യുന്നുണ്ട്. കേരളത്തിൽ വ്യാപകമായി പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലത്തെ ചില മതവിരുദ്ധരുടെ പ്രഭാഷണങ്ങളിൽ മനുഷ്യ ശരീരത്തെക്കുറിച്ച് സൂക്ഷ്മമായി അവലോകനം നടത്തി അവർക്ക് തോന്നുന്ന ചില സാധനങ്ങളൊന്നും അതിൽ ആവശ്യമല്ല എന്ന രീതിയിൽ, എന്തുകൊണ്ട് അങ്ങനെ വരുമ്പോൾ മനുഷ്യനെ പടച്ച റബ്ബ് അപൂർണനാണെന്ന് വരണം, അല്ലെങ്കിൽ അങ്ങനെ തന്ത്രജ്ഞനും അതിശക്തനുമായ റബ്ബിൻ്റെ സാന്നിധ്യം ഈ പ്രപഞ്ചത്തിൻ്റെയും മനുഷ്യൻ്റെയും സൃഷ്ടിപ്പിന് പിന്നിലില്ല എന്നവർക്ക് വെറുതെ ആശ്വസിക്കണം. ഇത്തരം മ്ലേച്ഛമായ വിചാരങ്ങൾ കൊണ്ടാണ് ഇന്ന് കേരളത്തിലും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലും പല ആളുകളും പ്രചണ്ഡമായ പ്രചാരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. വിമർശകരെ സമാധാനിപ്പിക്കുക എന്നത് നമ്മുടെ ലക്ഷ്യമേ അല്ല. എന്തുകൊണ്ടെന്നാൽ എല്ലാവരും പരിശുദ്ധ ഇസ്ലാമിലേക്ക് കടന്നു വരുമെന്നോ സത്യസന്ദേശം സ്വീകരിക്കുമെന്നോ പടച്ച റബ്ബ് നമ്മളോട് പറഞ്ഞിട്ടില്ല. മറിച്ച് നന്മയും തിന്മയും എല്ലാവർക്കും അള്ളാഹു പഠിപ്പിച്ചു കൊടുത്തു. ആവശ്യമുള്ളവർക്ക് നന്മ പുൽകാം, സ്വീകരിക്കാം. താല്പര്യമില്ലാത്തവർക്ക് അവഗണിക്കുകയും ചെയ്യാം. പക്ഷേ നന്മ സ്വീകരിച്ച ആളുകൾ ആത്യന്തികമായി വിജയിക്കുമെന്നും ഒരിക്കലും നമുക്ക് സ്വാതന്ത്ര്യമില്ലാത്ത ഒരു ലോകത്ത് രക്ഷപ്പെടണമെങ്കിൽ മതം പഠിപ്പിച്ച നന്മകളെ ജീവിതത്തിൻ്റെ ഉപാസനാ രീതിയായി അംഗീകരിക്കണമെന്നും അള്ളാഹു പറയുന്നു. ഈ പ്രപഞ്ചത്തിന് ഒരവസാനമുണ്ട്. ഈ പ്രപഞ്ചം തുടങ്ങിയതാണെന്ന് ശാസ്ത്രലോകം അംഗീകരിക്കുമ്പോൾ തുടങ്ങിയ ഏതൊരു വസ്തുവിനും ഒരു ഒടുക്കുണ്ടായേ തീരൂ. മനുഷ്യരാകുന്ന നമ്മൾ ഈ പ്രപഞ്ചത്തിൻ്റെ വളരെ 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 ചെറിയൊരു അംശം മാത്രമാണ്. നമ്മൾ അധിവസിക്കുന്ന ഭൂമി പോലും ഈ മഹാപ്രപഞ്ചത്തോട് ചേർത്ത് നോക്കുമ്പോൾ ഒരു മണൽത്തരിക്ക് തുല്യമാണ്. അതിൻ്റെ ഏതോ ഒരു മൂലയിലെ വളരെ ചെറിയൊരു വസ്തു മാത്രമാണ് ഈ മനുഷ്യൻ. ഈ മനുഷ്യനും അവസാനം വരുമെന്നും അതിനുശേഷമുള്ള ഭൗതികമായ വിദ്യാഭ്യാസം കൊണ്ടോ പഠനം കൊണ്ടോ ഗവേഷണം കൊണ്ടോ എത്തിച്ചേരാനാകാത്ത അതിവിശാലമായൊരു ലോകത്തേക്ക് മനുഷ്യൻ എത്തിച്ചേരുമെന്നും പിന്നീടുള്ള ജീവിതം മനോഹരമാവണമെങ്കിൽ മതം പറഞ്ഞതുപോലെ ജീവിക്കണമെന്നും കൃത്യമായ രീതിയിൽ പരിശുദ്ധ ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്നു. ഒരാളെയും പിടിച്ച് പടച്ച റബ്ബ് ഇസ്ലാമിലേക്ക് ചേർക്കുകയോ അല്ലെങ്കിൽ ഇസ്ലാമിൽ നിന്ന് പുറന്തള്ളുകയോ ഇല്ല.
സൂറത്തുൽ ബഖറയുടെ 256 വചനത്തിൽ ലാ ഇക്റാഹ ഫിദ്ദീൻ ഖദ് തബയ്യന റുശ്ദു മിനൽ ഗയ്, പരിശുദ്ധ മതത്തിൽ ഒരു നിർബന്ധവുമില്ല. ഖദ് തബയ്യന റുശ്ദു മിനൽ ഗയ്, സത്യവും അസത്യവും ധർമ്മവും അധർമ്മവും നീതിയും അനീതിയും വ്യക്തമാക്കി തന്നിട്ടുണ്ട് റബ്ബ്. ഇനി ആവശ്യമുള്ളവർക്ക് അത് സ്വീകരിക്കാം. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ഘട്ടത്തിൽ എല്ലാവരും ഇസ്ലാമിലേക്ക് എത്തിച്ചേരട്ടെ എന്ന് കരുതി ശക്തമായി പ്രവർത്തനം നടത്തുന്നുണ്ട്. കാരണം പ്രവാചകരുടെ ദൗത്യം ഇസ്ലാമിൻ്റെ പ്രചാരണമാണ്. അതിൽ വളരെ കഠിനമായി അവിടുന്ന് അധ്വാനിക്കുന്നുണ്ട്. അത്തരമൊരു സന്ദർഭത്തിൽ വലൗ ശാ റബ്ബുക ലആമന മൻ ഫിൽ അർളി കുല്ലുഹും ജമീഅ, അള്ളാഹു ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ എല്ലാവരും ഇസ്ലാമിലേക്ക് കടന്നു വരുമായിരുന്നു. അഫഅൻത തുക്രിഹുന്നാസ ഹത്താ യകൂനു മുഅ്മിനീൻ, അവരെല്ലാവരും മുഅ്മിനീങ്ങളാവാൻ അങ്ങ് കഠിനമായി അധ്വാനം ചെയ്യുകയാണോ എന്ന് അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കുന്നുണ്ട്. അവിടുന്ന് കഠിനമായി അധ്വാനം ചെയ്ത് അവിടുത്തെ ശരീരത്തിൻ്റെ ഹക്കുകളൊന്നും പാലിക്കാതെ സർവ്വസമയവും ഇവർ നന്നായി കിട്ടട്ടെ എന്ന് കരുതിയിട്ട് അവിടുന്ന് പ്രവർത്തിക്കുമ്പോൾ ലഅല്ലക ബാഖിഉൻ നഫ്സക്, അങ്ങയുടെ ശരീരം നശിച്ചു പോയേക്കാലോ ഇങ്ങനെ അധ്വാനിച്ചാലെന്ന് ഖുർആൻ തിരുത്തുന്നുണ്ട്. എന്ന് മാത്രമല്ല മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അല്ലാഹു വ്യക്തമായി പറഞ്ഞു, ഇന്നമാ അലൈക്കൽ ബലാഗ്, അങ്ങേക്ക് എത്തിച്ചു കൊടുക്കേണ്ട ധർമ്മമേ ഉള്ളൂ. വഅലൈനൽ ഹിസാബ്, കണക്കെടുപ്പ് നമ്മൾ നടത്തിക്കോളും. ഇതാണ് എല്ലാവരോടും നമുക്ക് പറയാനുള്ളത്. നമ്മൾ ആലോചിച്ച് നോക്കുക, എങ്ങനെയെങ്കിലും മനുഷ്യ ശരീരത്തിൻ്റെ കുറവുകളൊക്കെ കണ്ടുപിടിച്ചു എന്നും പറഞ്ഞിട്ട് സ്രഷ്ടാവിനെ ദൈവത്തിനെ നിഷേധിക്കുന്നത് കൊണ്ട് ഇവർക്ക് എന്ത് ലഭിക്കാനാണ്? പിന്നെ താന്തോന്നികളായി ജീവിക്കാം. ചോദിക്കാനും പറയാനും ആരുമില്ല. ആർക്കും ആരെയും എന്തും ചെയ്യാം. ലെസ്ബിയൻ ആവാം, ഗേ ആവാം, പ്രകൃതി വിരുദ്ധമായിട്ടും അശ്ലീലമായും രീതിയിലുള്ള സെക്സ് പരിപാടികളൊക്കെ നടത്താം, ഇൻസിസ്റ്റ് നടത്താം. സ്വന്തം മകളെയും സ്വന്തം സഹോദരിയെയും സ്വന്തം ഉമ്മയെയും ലൈംഗിക ബന്ധത്തിന് ഉപയോഗിക്കാം. ആരോടും കടപ്പാടുകളില്ല, ബാധ്യതകളില്ല, ഭാര്യ മക്കൾ അങ്ങനത്തെ സംവിധാനങ്ങളൊന്നും വേണ്ടതില്ല. അവനവന് ആസ്വാദനം തോന്നുന്ന പ്രവർത്തനങ്ങളിലൊക്കെ ഏർപ്പെടാം. അതിന് നമ്മോടൊപ്പമുള്ള പങ്കാളിയുടെ സമ്മതം മാത്രം മതി. ഒരു ധാർമ്മിക നിയമങ്ങളും പാലിക്കണമെന്നില്ല. ഇതുകൊണ്ടുണ്ടാകുന്ന സാമൂഹിക പ്രത്യാഘാതങ്ങളും ആരോഗ്യപരമായ പ്രശ്നങ്ങളും ഇവരുടെ ചിന്തയിലേക്ക് വരുന്നേയില്ല. സാമൂഹിക പ്രത്യാഘാതങ്ങൾ വിശദീകരിക്കാൻ നിന്നാൽ നമ്മുടെ വിഷയത്തിൽ നിന്ന് തെന്നിപ്പോകുമെന്ന് ഞാൻ ഭയപ്പെടുക. ഒരാൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ടത് തൻ്റെ ഭാര്യയ്ക്കും മക്കൾക്കും കുടുംബത്തിനുമാണ്. കാരണം ഈ സൊസൈറ്റിയുടെ ഏറ്റവും അടിസ്ഥാന ഘടകം ഈ കുടുംബമാണ്. കുടുംബം നന്നായി തീരുമ്പോൾ സമൂഹം നന്നാകുന്നു. കുടുംബത്തിനകത്ത് ക്രിമിനലിസം വളരുമ്പോൾ സമുദായത്തിൽ അത് വളർന്നു വരുന്നു. മാതാവും പിതാവും നല്ല രീതിയിലല്ല ഇടപെടുന്നതെങ്കിൽ അത് മക്കളെ സ്വാധീനിക്കുന്നു. അങ്ങനെ അവർ താന്തോന്നികളായി മാറുന്നു, സമൂഹത്തിനും രാഷ്ട്രത്തിനും ഭീഷണിയാകുന്നു. കുടുംബം നന്നായി തീരണമെങ്കിൽ കുടുംബനാഥൻ അദ്ദേഹത്തിൻ്റെതായ റോളുകൾ നിർവഹിക്കണം, നാഥ അവരുടെ റോളും നിർവഹിക്കണം. ഇതങ്ങനത്തെ യാതൊരു വിഷയമല്ല. ലിവിങ് ടുഗദറാണ്. തൽക്കാല ലൈംഗിക ആസ്വാദനത്തിന് ആരെങ്കിലും ഒപ്പം കൂട്ടുക, അത് കഴിഞ്ഞാൽ അവർക്ക് അവരുടെ ഇഷ്ടം. അതിനിടയിൽ മക്കൾ ജനിച്ചാൽ പെണ്ണിന് മാത്രം ബാധ്യതയാകുന്നു, അല്ലെങ്കിൽ അവൾ ഉപേക്ഷിക്കുന്നു, അല്ലെങ്കിൽ അവൾ പല കെയർ ഹോമുകളിലും കൊണ്ടുപോയി തള്ളുന്നു. ഈ കുട്ടി അനാഥനായി വളരുന്നു, മാതാവും പിതാവും ഉണ്ടായിട്ടും. മാതാവ് മരിച്ചിട്ടില്ല, പിതാവ് മരിച്ചിട്ടില്ല, കുട്ടി അനാഥനാകുന്നു. പലപ്പോഴും നമ്മൾ സൂചിപ്പിക്കാറുള്ളതാണ്. ഫാദർലെസ് അമേരിക്ക പോലെയുള്ള പുസ്തകങ്ങൾ എന്തിനു പുറത്തു വന്നു? ഇങ്ങനത്തെ ജാരസന്താനങ്ങളെ പോറ്റാനും സംരക്ഷിക്കാനും വേണ്ടി അമേരിക്കൻ ഗവൺമെന്റ് നടത്തുന്ന ഗംഭീരമായ അധ്വാനങ്ങൾ, വിദ്യാഭ്യാസത്തിന് ഉപയോഗിക്കുന്നതിനേക്കാളും സാമ്പത്തികമായ ബാധ്യതകൾ. തന്തയില്ലാത്ത അമേരിക്ക എന്ന പേരിൽ അവിടെയുള്ള വസ്തുതകളെ വിശദീകരിക്കുന്ന ഗ്രന്ഥങ്ങൾ ഇറങ്ങുന്നു. ഏറ്റവും പുതിയ കണക്കനുസരിച്ച് 25% ആധുനിക ലണ്ടനിലെ ഇംഗ്ലണ്ടിലെയൊക്കെ അമ്മമാർക്ക് അവരുടെ കുഞ്ഞുങ്ങളുടെ അച്ഛൻ ആരാന്നറിയില്ല എന്നാണ്. അവരുടെ കുട്ടികളുടെ അച്ഛനാണെന്ന് ആരാന്നറിയില്ല. കാരണം അങ്ങനെ ഒരു പ്രത്യേകമായ അച്ഛനില്ല. അവർക്ക് താല്പര്യമുള്ളപ്പോഴൊക്കെ ലിവിങ് ടുഗദറും മറ്റുമായിട്ട് വൈഫ് സൈപ്പിങ്ങും മറ്റുമായിട്ട് അവർ ജീവിതം ആഘോഷിച്ച് തീർക്കുകയാണ്.
സ്വകാര്യ രതിയുടെ വൃത്തികെട്ട വാർത്തകൾ, അത് സംബന്ധമായുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ. ലോകത്തെ ഏറ്റവും ആദ്യമായി 1965 എയ്ഡ്സ് കണ്ടുപിടിക്കുന്നത് കാലിഫോർണിയയിലെ 5 ഗേകൾക്കിടയിലാണ്. ഇത് മറക്കാൻ കഴിയില്ല. 1965 മുതൽ ഇപ്പോഴേക്ക് എത്ര വർഷമായി ആലോചിച്ച് നോക്കുക. ഇതുവരെ എയ്ഡ്സിന് ആശ്വാസകരമായൊരു മരുന്ന് കണ്ടുപിടിച്ചിട്ടില്ല. കണ്ടുപിടിക്കുകയില്ലേ? അത് നമ്മുടെ പ്രവചനത്തിൽപ്പെട്ടതല്ല. സാധിച്ചേക്കാം. 10 വർഷം ഇഞ്ചിഞ്ചായ ഒരു എയ്ഡ്സ് രോഗി മരണപ്പെടുന്നു. ഹാർട്ട് അറ്റാക്ക് വന്നവൻ ഒരു നിമിഷം കൊണ്ട് മരിക്കുന്നുണ്ട്. ക്യാൻസർ വന്നാലും കുറച്ചൊക്കെ കഴിയുമ്പോൾ മരിച്ചു കിട്ടും. എയ്ഡ്സ് രോഗി ഏകദേശം 10 വർഷത്തിലേറെ കാലം ഇഞ്ചിഞ്ചായി മരിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് കണ്ടുപിടിക്കുന്നത് ആണും ആണും തമ്മിലുള്ള ലൈംഗിക ബന്ധത്തിൽ നിന്നാണ്. പുതിയ കണക്കുകളൊക്കെ അങ്ങനെ തന്നെയാണ്. അമേരിക്കയിലെ എയ്ഡ്സ് രോഗികളിൽ 70% ഗേകളാണ്. ഇതൊന്നും നിഷേധിക്കാനായിരിക്കും പറ്റൂല. അമേരിക്കൻ എയ്ഡ്സ് രോഗികളിൽ 70% ഗേകളാണ്. എന്ന് വെച്ചാൽ ഈ ആണും ആണും തമ്മിലുള്ള സെക്സ് ആസ്വദിക്കുന്നവരാണ്. അപ്പൊ ബാക്കിയുള്ള 30% നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു നല്ല ഗൗരവമുള്ള കണക്കുണ്ട്. അമേരിക്കൻ ജനതയിൽ 2% മാത്രമാണ് ഗേ ആണെന്ന് ഐഡന്റിഫൈ ചെയ്ത ആളുകൾ. ഞങ്ങൾ ഗേ ആണെന്ന് അംഗീകരിച്ച് രജിസ്ട്രേഷനിൽ ഒപ്പുവെച്ച ആളുകൾ 2% മാത്രമാണ്. അമേരിക്കൻ എയ്ഡ്സ് രോഗികളിൽ 70% ഈ 2% നിന്ന് വരുന്നു. ബാക്കി 30% അംഗീകരിക്കാത്ത 98% ഗേകളിൽ നിന്ന് വരുന്നു. ഇതൊക്കെ കണക്കുകളാണ്, നമ്മൾ പലപ്പോഴും വായിച്ചതും കേട്ടതുമാണ്. ഏറ്റവും ലാസ്റ്റ് വന്ന മങ്കി പോക്സ് എന്ന് പറയുന്ന രോഗം, കുരങ്ങു വസൂരി, അതിനെക്കുറിച്ചുള്ള പഠനത്തിൽ 16 രാഷ്ട്രങ്ങളിലുള്ള മങ്കി പോക്സ് രോഗികളെ കുറിച്ചുള്ള പഠനം ലോകാരോഗ്യ സംഘടന കഴിഞ്ഞ വർഷം പുറത്തുവിട്ടു. 98% ഗേകളാണ്, അല്ലെങ്കിൽ ബൈസെക്ഷനുകളാണ്. ഗേകളാണ്. ഗേ എന്ന് പറഞ്ഞാൽ ഇനി മറക്കരുത്, ഈ ആണും ആണും തമ്മിലുള്ള സെക്സുമായിട്ട് നടക്കണ, ആണും ആണും കല്യാണം കഴിച്ച് നടക്കണ ദമ്പതികളായി നടക്കുന്ന ഈ ടീമിനെ കുറിച്ചാണ് അത് പറയാം. ഇങ്ങനെയുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ, സാമൂഹിക പ്രത്യാഘാതങ്ങൾ, ഇതൊന്നും വിഷയാക്കാതെ നൈമിഷികമായ സുഖങ്ങൾക്ക് വേണ്ടി എങ്ങനെയെങ്കിലും ദൈവത്തെ നിഷേധിച്ച് കിട്ടണം. അല്ലാതെ ഇതിനുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ദൈവത്തെ അംഗീകരിക്കുന്നവൻ സ്വാർത്ഥത വെടിയുന്നു, മനുഷ്യ സ്നേഹം പുലർത്തുന്നു, പരസ്പരം മാനിക്കുന്നു, സഹായിക്കുന്നു. നമ്മൾ ആലോചിച്ച് നോക്ക്. ദൈവത്തെ അംഗീകരിക്കുന്ന ഒരാൾക്ക് മനുഷ്യനോട് വലിയ ആർദ്രത പുലർത്താൻ കഴിയുന്നു. കാരണം ഇതോട് കൂടെ തീരുന്നില്ല അവന്റെ ജീവിതം. നമ്മൾ 100 രൂപ ഒരു ദൈവവിശ്വാസി, ഒരു സാധു മനുഷ്യന് കൊടുക്കുന്നുവെങ്കിൽ അവന് അത്രയോ അതിലേറെയോ, ഏറ്റവും ചുരുങ്ങിയത് ഇസ്ലാമിന്റെ ഭാഷയിൽ പറഞ്ഞാൽ 10 ഇരട്ടിയെങ്കിലും അവന് പരലോകത്തേക്ക് ഒരു ഗംഭീരമായ ഒരു മൂലധനം രൂപപ്പെടുക. നേരെ മറിച്ച് ദൈവനിഷേധിയാകുന്ന ഒരാൾ 1 രൂപ കൊടുക്കുന്നതിന് അവന് വല്ലാത്ത വിഷമം ഉണ്ടാവും. കാരണം അവനത് നഷ്ടം വരുന്നു. ഈ ലോകത്തിനപ്പുറം മറ്റൊരു ലോകത്തെ അവൻ അംഗീകരിക്കണില്ല. എന്തൊരു വൃത്തികെട്ട സംസ്കാരമാണിത്. ഒരു മനുഷ്യനെ സഹായിക്കാൻ അവന് കൈവറക്കുന്നു. എന്തുകൊണ്ട്? അവൻ അധ്വാനിച്ച പണം തീർന്നു പോവാണ്. ഒരു വിശ്വാസി അങ്ങനെയല്ല. അവന് 10 രൂപ ഒരാൾക്ക് കൊടുക്കുമ്പോൾ ഒരാൾക്ക് 100 കൊടുക്കുന്നു, 1000 കൊടുക്കുന്നു. ഒരു മനുഷ്യനും വിശ്വാസ ലോകത്ത് കഷ്ടപ്പെടുന്നില്ല. ഒരു മനുഷ്യനും വിശ്വാസ ലോകത്ത് കഷ്ടപ്പെടുന്നില്ല. ചില താൽക്കാലികമായ കഷ്ടപ്പാടുകളൊക്കെ ഉണ്ടാകും. അത് മതം പറഞ്ഞതാണ്, അള്ളാഹു തന്നെ പറഞ്ഞതുമാണ്. അതിനവന് പ്രത്യേകമായ ലക്ഷ്യങ്ങളുണ്ട്. നേരെ മറിച്ച് ദൈവത്തെ അംഗീകരിക്കാത്തൊരു ലോകത്ത് ഇതൊന്നും സാധ്യമല്ല. എന്ന് പറഞ്ഞാൽ കേരളത്തിലെ പ്രമുഖനാകുന്ന ഒരു യുക്തിചിന്തകന്റെ ഭാര്യയ്ക്ക് മാരകമായൊരു രോഗം പിടിച്ചപ്പോൾ അവർ പുറത്തിറക്കിയൊരു നോട്ടീസുണ്ട്. അത് തന്നെയാണ് ഞാൻ ഈ പറഞ്ഞതിന് ഏറ്റവും നല്ല പ്രമാണം. അദ്ദേഹം നമ്മളിലേക്ക് മതം വിട്ട് കടന്നു വന്നയാളാണ്. മതത്തിലായിരുന്നുവെങ്കിൽ അദ്ദേഹത്തെ സഹായിക്കാനും നല്ല ട്രീറ്റ്മെന്റ് നൽകി ഭാര്യയെ രക്ഷപ്പെടുത്താനും മതത്തിന്റെ അനുയായികൾ ഉത്സുകരാകുമായിരുന്നു. നമ്മളിലേക്ക് കടന്നു വന്നുകൊണ്ട് അദ്ദേഹം കഷ്ടപ്പെട്ടു. ഇപ്പം 4ാം സ്റ്റേജിലെത്തി. അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യണം. ഏറ്റവും ചുരുങ്ങിയത് ഒരു 100 രൂപയെങ്കിലും എല്ലാവരും നീ അക്കൗണ്ടിലേക്ക് അയക്കണം എന്ന് പറഞ്ഞിട്ട് അവർ വ്യാപകമായി പരസ്യം നടത്തി. ക്യാൻസറിന്റെ 4ാം സ്റ്റേജിലെത്തിയ ഒരു സ്ത്രീയെ ചികിത്സിക്കാൻ 100 രൂപയെങ്കിലും തരണം എന്ന് പറയുന്നവരുടെ പരമവിഡ്ഢിത്തത്തെ കുറിച്ച് നമ്മൾ ആലോചിച്ച് നോക്കുക. അവരെഴുതി വെച്ചതാണ് ഏറ്റവും പ്രധാനം. മതത്തിലായിരുന്നെങ്കിൽ ഇദ്ദേഹത്തെയും ഭാര്യയെയും മതക്കാർ കൂടിയിട്ട് അങ്ങോട്ട് സംരക്ഷിക്കുമായിരുന്നു. എന്തുകൊണ്ട്? അത് നഷ്ടക്കച്ചവടമല്ല, വലിയ ലാഭത്തിന്റെ കച്ചവടമാണ്. വലിയ ലാഭത്തിന്റെ കച്ചവടമാണ്.
ലോകത്തുള്ള ക്രൂരരായ ഭരണാധികാരികളെ മൊത്തം പരിശോധിക്കുക. എല്ലാവരും മതനിഷേധികളായിരുന്നു. കാരണം ഈ ലോകത്തിനപ്പുറം മറ്റൊരു ലോകം അവർ അംഗീകരിച്ചിട്ടില്ലായിരുന്നു. പോൾപോട്ട് അങ്ങനെയായിരുന്നു, ക്രുശ്ചേവ് അങ്ങനെയായിരുന്നു, സ്റ്റാലിൻ എങ്ങനെയായിരുന്നു. എല്ലാവരും ലോകത്ത് വലിയ അനർത്ഥങ്ങൾ സൃഷ്ടിച്ച ആളുകളൊക്കെ മതനിഷേധികളായിരുന്നു. മതക്കാരും ചെറുതൊക്കെ നടത്തിയിട്ടുണ്ട്, അതവരുടെ രാഷ്ട്രീയപരമായ ലക്ഷ്യങ്ങൾക്കായിരുന്നു. അപ്പം ഇതിനു വേണ്ടിയാണ് അള്ളാഹുവിൻ്റെ സൃഷ്ടികർമ്മത്തെയൊക്കെ എങ്ങനെയെങ്കിലും അപഹസിച്ച് മനുഷ്യരുടെ ഉള്ളിൽ നിന്ന് അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്ത ഒഴിവാക്കാൻ ഇവരൊക്കെ കഷ്ടപ്പെടുന്നത്. പക്ഷേ മാ തറാ ഫീ ഖൽഖിർ റഹ്മാനി മിൻ തഫാവുത്ത്, അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിൽ യാതൊരു വൈകല്യവും നിങ്ങൾക്ക് കാണാനേ കഴിയില്ല. സൂറത്തുൽ മുൽക്കിൽ അള്ളാഹു പറയാം. അള്ളാഹു പിന്നെയും പറയുന്നുണ്ട്, സുമ്മർജിഇൽ ബസറ കറത്തൈൻ, പിന്നെയും നീ ശ്രദ്ധിച്ചു നോക്കുക. സുമ്മർജിഇൽ ബസറ കറത്തൈൻ, പിന്നെയും നീ ശ്രദ്ധിച്ചു നോക്കുക. നിന്റെ കണ്ണ്, നിന്റെ ശ്രദ്ധ, നിന്റെ ചിന്ത പരാജയപ്പെട്ട് മടങ്ങി വരും. കാരണം മാ തറാ ഫീ ഖൽഖിർ റഹ്മാനി മിൻ തഫാവുത്ത്, അള്ളാഹുവിൻ്റെ സൃഷ്ടികർമ്മത്തിൽ യാതൊരു വൈകല്യവും കണ്ടെത്താൻ നിനക്ക് സാധ്യമല്ല. ചിലതൊക്കെ അങ്ങനെ കണ്ടുപിടിച്ചവർ നമ്മുടെ മുന്നിലേക്ക് കൊണ്ടുവരും. അതിൻ്റെ ഉപകാരം മനസ്സിലാക്കാൻ മാത്രം അവരുടെയും മനുഷ്യരുടെയും ചിന്ത വളർന്നിട്ടില്ലെന്ന് മാത്രമാണ് അതിൻ്റെ ലക്ഷ്യം. സൂറത്തു ദാരിയാത്തിന്റെ 21-ാമത് വചനത്തിൽ അള്ളാഹു പറയുന്നുണ്ട്, വഫീ അൻഫുസിക്കും അഫലാ തുബ്സിറൂൻ. അള്ളാഹുവിനെ കുറിച്ച് മനസ്സിലാക്കാനുള്ള നിരവധിയായ അടയാളങ്ങൾ നിങ്ങളുടെ ശരീരത്തിൽ തന്നെയുണ്ട്. എന്തുകൊണ്ട് ചിന്തിക്കുന്നില്ല? അഫലാ തുബ്സിറൂൻ, എന്തുകൊണ്ട് ഉൾക്കാഴ്ച നേടുന്നില്ല? എന്തുകൊണ്ട് അതേക്കുറിച്ച് നിങ്ങൾ പഠനം നടത്തുന്നില്ല? ഇത് പഠനം നടത്തി കഴിഞ്ഞാൽ മനുഷ്യ ശരീരത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്തെക്കുറിച്ച് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ സൃഷ്ടി വൈഭവത്തെക്കുറിച്ച്, ഇതിന് പിന്നിലുള്ള കൃത്യമായ ഒരു ആസൂത്രണത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇതിങ്ങനെ വെറുതെ വാക്കു പറയാനുള്ളതല്ല. വസ്തുതാപരമായി നമ്മൾ ചിന്തിച്ചാൽ, മറ്റ് ദുരുദ്ദേശങ്ങളൊക്കെ ഒഴിവാക്കി നമ്മൾ മനുഷ്യ ശരീരത്തെക്കുറിച്ച് മാത്രം പഠിച്ചാൽ, പടച്ച റബ്ബിനെ കുറിച്ച്, മനുഷ്യ ശരീരം ആകെ പഠിക്കുന്നതിനാണ്. മനുഷ്യ ശരീരത്തിലെ ഏതെങ്കിലും ഒരു ഭാഗത്തെക്കുറിച്ച് മാത്രം പഠിച്ചാൽ അള്ളാഹുവിനെ കുറിച്ച് നമുക്ക് ബോധ്യപ്പെടും. ഇത് പടച്ച റബ്ബ് കൃത്യമായി നമ്മളോട് പറയാണ്, വഫീ അൻഫുസിക്കും, നിങ്ങളുടെ ശരീരത്തിൽ അള്ളാഹുവിനെ കുറിച്ച് പഠിക്കാനുള്ള നിരവധിയായ അടയാളങ്ങളുണ്ട്. അഫലാ തുബ്സിറൂൻ, എന്തുകൊണ്ട് നിങ്ങൾ ചിന്തിച്ചു നോക്കുന്നില്ല? ഖുർആൻ ചിന്തയെ കൊട്ടിയടക്കാതെ നിരന്തരമായി ചിന്തിക്കാൻ നമ്മളോട് പറയുന്നത് എന്തുകൊണ്ടാണ്? ഈ അഖൽ, തഅഖിലൂൻ, അഫലാ തഅഖിലൂൻ പോലെയുള്ള പദങ്ങൾ പരിശുദ്ധ ഖുർആനിൽ എത്ര ഉണ്ട്? നിരന്തരമായി ചിന്തയെ അത് പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. എങ്ങനെയാണ് സൃഷ്ടികർമ്മം നടന്നത് എന്നതിനെ കുറിച്ച് പഠിക്കാൻ പറയുന്നു, സഞ്ചരിക്കാൻ പറയുന്നു. സീറൂ ഫിൽ അർള് ഫൻദുറൂ കൈഫ ബദഅൽ ഖൽഖ്, ഭൂമിയിലൂടെ സഞ്ചരിക്കൂ, എങ്ങനെയാണ് സൃഷ്ടികർമ്മം നടന്നത് അതേക്കുറിച്ച് പഠിക്കൂ. ഇത്രമേൽ തൻ്റെ ഇടത്തോടുകൂടെ ഊർജ്ജസ്വലതയോടുകൂടെ മനുഷ്യനെ ചിന്തിക്കാൻ സ്വതന്ത്രമായി അഴിച്ചിടുന്ന വേറൊരു വേദഗ്രന്ഥല്ല. ഇത് അവകാശവാദമല്ല, വസ്തുത മാത്രം. ഓരോന്നിനെ കുറിച്ച് നിങ്ങൾ പഠിക്കണം, ചിന്തിക്കാതിരിക്കണം എന്നല്ല. ടോളമി കുറെ ചിന്തിച്ചു. അന്നത്തെ മത നേതൃത്വം അദ്ദേഹത്തെ കഠിനമായി പീഡിപ്പിച്ചു. ഭൂമി കേന്ദ്രീകൃതമല്ല നമ്മുടെ ഈ ഗാലക്സി എന്ന് അദ്ദേഹം പറഞ്ഞു. അതോടുകൂടെ ശക്തമായ പീഡനം സഹിക്കേണ്ടി വന്നു. പച്ചക്ക് ചുട്ടരിക്കപ്പെട്ട കുറേയേറെ സയന്റിസ്റ്റുകളുണ്ട്. എന്തായിരുന്നു കാര്യം? ഭൂമി 4 കാലുകളിൽ ഉറപ്പിച്ചു നിർത്തിയിരിക്കുന്നു എന്ന ബൈബിൾ സിദ്ധാന്തത്തെ എതിർത്തതുകൊണ്ട്. അങ്ങനെ ഉറച്ചു നിൽക്കല്ല, അത് സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞതുകൊണ്ട്. ഭൂമിയെ സൂര്യനും ചന്ദ്രനും ചുറ്റുന്നുവെന്ന പഴയകാല വിശ്വാസത്തെ തിരുത്തിയതുകൊണ്ട്. എന്തുകൊണ്ട്? ഈ ഭൂമി കേന്ദ്രീകൃതമായ ഒരു ലോകമായിരുന്നു അവരുടെ വേദഗ്രന്ഥം പഠിപ്പിച്ചത്. ഇതൊരു മതതാരതമ്യ വേദിയല്ല, അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് ഡീപ്പായിട്ട് കയറുന്നില്ല. പക്ഷെ പരിശുദ്ധ ഖുർആൻ ചിന്തയെ സ്വതന്ത്രമായി വിട്ടു. ചിന്തിച്ചോളൂ, എങ്ങനെ അള്ളാഹു സൃഷ്ടിപ്പ് നടത്തിയെന്ന് ആലോചിക്കൂ. എങ്ങനെയാണ് ഭൂമിയിൽ ഈ ജീവൻ രൂപപ്പെട്ടത് എന്നതിനെ കുറിച്ച് ആലോചിക്കൂ. നിങ്ങളുടെ ശരീരത്തെക്കുറിച്ച് പഠിക്കൂ. കാണുന്ന എല്ലാ വസ്തുക്കളെയും കുറിച്ച് അന്വേഷിക്കൂ. എങ്ങനെയാണ് ഗർഭാവസ്ഥയെക്കുറിച്ച് പഠിക്കൂ. കൃത്യമായി ഖുർആൻ നമ്മളോട് പറയാം. ഇതങ്ങനെ മറച്ചു വെക്കേണ്ട ഒരു കാര്യമൊന്നുമല്ല. പരിശുദ്ധ ഖുർആനിൽ അങ്ങനെ ഒരു ആത്മവിശ്വാസ കുറവില്ല. നിരന്തരമായി ചിന്തിക്കണം. ചിന്തിച്ചാൽ നിങ്ങൾ വസ്തുതയിലേക്ക് എത്തിച്ചേരുമെന്ന് ഖുർആൻ പറയുന്നു. ഒരു വട്ടമല്ല, നിരന്തരമായി. മനുഷ്യനെ പഠിച്ചതിനെ കുറിച്ച് ഖുർആൻ പറയുന്ന ചില ഭാഗങ്ങളുണ്ട്. സൂറത്തു അബസയിൽ മിൻ അയ്യി ഷൈഇൻ ഖലഖ, ഏതൊരു വസ്തുവിൽ നിന്നാണ് നിങ്ങളെ നാം പഠിച്ചത്?
ആലോചിക്കാൻ പറയണം. മിൻ നുത്ഫത്തിൻ ഖലഖഹു ഫഖദ്ദറ, ബീജഗണത്തിൽ നിന്ന് നിങ്ങളെ പടച്ചു. വഖദ്ദറ, പടച്ചിടുക മാത്രമല്ല, നിങ്ങൾക്ക് ജീവിതം എങ്ങനെയെന്നത് അള്ളാഹു കൃത്യമായി കണക്കാക്കുകയും ചെയ്തു. ആ കണക്ക് തെറ്റില്ലെന്ന് പരിശുദ്ധ ഖുർആൻ നമ്മളെ നിരന്തരമായി ബോധ്യപ്പെടുത്തുന്നു. അള്ളാഹു മനുഷ്യനെ പടച്ചു. മിൻ അയ്യി ഷൈഇൻ ഖലഖ, എന്ത് വസ്തുവിൽ നിന്നാണ് നിങ്ങളെ നാം പടച്ചത്? മിൻ നുത്ഫത്തിൻ ഖലഖഹു ഫഖദ്ദറ, നുത്ഫത്തിൽ നിന്ന് നിങ്ങളെ പടച്ചു. ഈ നുത്ഫത്ത് എന്ന പദം വിശദീകരിക്കേണ്ടതാണ്, അതുകൊണ്ട് നുത്ഫത്ത് എന്ന് നമുക്ക് ആവർത്തിക്കാം. മിൻ നുത്ഫത്തിൻ, നുത്ഫത്തിൽ നിന്ന് നിങ്ങളെ പടച്ചു. എന്നിട്ട് ഫഖദ്ദറ, പടക്കുക മാത്രമല്ല, മനുഷ്യന്റെ ജീവിതകാലത്ത് എന്തൊക്കെ സംഭവിക്കുമെന്ന് ശാരീരികമായും ആത്മികമായും അള്ളാഹു കണക്കാക്കി. ആത്മികമായുള്ളത് നമുക്കറിയാം, അവൻ എന്തൊക്കെ നന്മ ചെയ്യുക തിന്മ ചെയ്യുക എന്നൊക്കെ ഉള്ളത് നമ്മുടെ ഇസ്ലാം ഈമാൻ കാര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട 6 കാര്യങ്ങൾ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വന്ന് മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദ്യോത്തര രീതിയിൽ ഉമ്മത്തിന് പഠിപ്പിച്ചെടുക്കുന്ന ഹദീസിലൊക്കെ പറയുന്ന അള്ളാഹുവിൽ നിന്നാണ് എല്ലാ കാര്യങ്ങളും ഉണ്ടാകുന്നത് എന്ന് പറയുന്ന ആ ഒരു വിശ്വാസം, അത് തൽക്കാലം ഈ ഒരു വേദിയിൽ ഞാൻ വിശദീകരിക്കുന്നില്ല. പിന്നെ ഒരു മനുഷ്യ ശരീരത്തിൽ എന്തൊക്കെ സംഭവിക്കുന്നു എന്നത് റബ്ബ് തആല കണക്കാക്കി. പുതിയ കാലത്ത് DNA എന്ന് പറയുന്ന ഒരു പഠനമുണ്ട്. മനുഷ്യന്റെ ജീവിതത്തിൽ എന്തൊക്കെ സംഭവിക്കുമെന്ന് ജീനോം കോഡിൽ അള്ളാഹു രേഖപ്പെടുത്തിയതിനെ കുറിച്ച് 3-4 സയന്റിസ്റ്റുകൾ ചേർന്ന് ഏകദേശം 10-12 വർഷം മുന്നേ പുറത്തുവിട്ട കുറെ കണക്കുകൾ ശാസ്ത്രലോകത്തെ മൊത്തം ഞെട്ടിച്ചതാണ്. ഒരു മനുഷ്യ ശരീരത്തിൽ എന്തൊക്കെ സംഭവിക്കാൻ പോകുന്നുവെന്ന് കൃത്യമായി വളരെ കൃത്യമായി നമ്മുടെ ഓരോ സെല്ലിലും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിന്റെ ചില കണക്കുകളൊക്കെ ഉണ്ട്. നന്നായിട്ട് ടൈപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരാൾ എന്ന് വെച്ചാൽ പെർ മിനിറ്റ് 60 വേർഡ് ടൈപ്പ് ചെയ്യുന്ന ഒരാൾ, 1 മിനിറ്റ് കൊണ്ട് 60 വേർഡ് ടൈപ്പ് ചെയ്യുന്ന ഒരാൾ ഡെയിലി 8 മണിക്കൂർ ടൈപ്പ് ചെയ്താൽ 50 വർഷം അദ്ദേഹം ടൈപ്പ് ചെയ്താൽ എത്ര ഡാറ്റ ഉണ്ടാകും? അത്രക്ക് നമ്മുടെ ഓരോ സെല്ലിലും രൂപപ്പെട്ടു വെച്ചിട്ടുണ്ട്. അല്ലാഹുവിനെ കുറിച്ച് നമ്മൾ അറിഞ്ഞു പോകും, അംഗീകരിച്ചു പോകും. ഒരു മനുഷ്യൻ 1 മിനിറ്റ് കൊണ്ട് 60 വേർഡ് ടൈപ്പ് ചെയ്യുന്ന സ്പീഡുള്ള ഒരാൾ 8 മണിക്കൂർ വീതം ഡെയിലി 50 വർഷം ടൈപ്പ് ചെയ്താൽ എത്ര വലിയ ഡാറ്റ രൂപപ്പെടും? എത്ര വലിയ വിജ്ഞാനത്തിന്റെ ശേഖരം രൂപപ്പെടും? ഇത് അത്രയും നമ്മുടെ ജീനോം പ്രോജക്റ്റിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഒരു മനുഷ്യന്റെ ഭാവിയിൽ എന്തൊക്കെ സംഭവിക്കുമെന്ന് യാദൃച്ഛികമായി ഇത് വരാൻ പറ്റും. ഈ DNA മാറ്റാൻ പറ്റുമോ എന്നുള്ള ഗവേഷണമുണ്ട്. ഇപ്പോൾ ഉദാഹരണമായിട്ട് പാരമ്പര്യമായി വരുന്ന ചില രോഗങ്ങളുണ്ട്, പൈൽസ് പോലുള്ളത്. വാപ്പയ്ക്ക് ഉണ്ടെങ്കിൽ മകനുണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഈ ഷുഗർ പോലുള്ളത് വാപ്പയ്ക്കും ഉമ്മക്കുണ്ടെങ്കിൽ ഒരു 95% മക്കൾക്കും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അവരുടെ ജിനോമിൽ, അവരുടെ ഈ DNA-യിൽ എന്തെങ്കിലുമൊക്കെ മാറ്റം വരുത്തിയിട്ട് ഈ സാധനം ഒഴിവാക്കാൻ പറ്റും. അതായത് DNA എഡിറ്റിംഗ് സാധ്യമാണോ എന്നുള്ള ഗവേഷണങ്ങൾ നടക്കുന്നുണ്ട്. ഈ ഗവേഷണം നടക്കണ എങ്ങനെയാണ്? പടച്ച റബ്ബ് നൽകിയ ബുദ്ധി കൊണ്ട്. ശരിക്കൊരു സ്പൂണിൽ കൊള്ളുന്ന DNA-യിൽ ഈ ലോകത്തുള്ള മൊത്തം വിജ്ഞാനവും രേഖപ്പെട്ട് കിടക്കുന്നു എന്നാണ് ശാസ്ത്രലോകത്തിന്റെ ഒരു അത്ഭുതകരമായ കണ്ടെത്തൽ. ഒരു സ്പൂണിൽ എത്രക്ക് സാധനം കൊള്ളും? ഒരു സ്പൂണിൽ എത്രക്ക് സാധനം കൊള്ളും? അത്രയ്ക്കുള്ള DNA-കളിൽ ലോകത്തുള്ള സർവ്വ വിജ്ഞാനങ്ങളും രേഖപ്പെട്ട് കിടക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖലഖഹു എന്ന് പറഞ്ഞു നിർത്താതെ ഒന്നുകൂടെ പറയുന്നു, വഖദ്ദറഹു, അവൻ എന്തൊക്കെ ആകാൻ പോകുന്നു എന്ന് റബ്ബ് തആല കണക്കാക്കി വെച്ചിട്ടുണ്ട്. ഇതിന്റെ ആത്മീകമായൊരു വിശദീകരണം ഉണ്ട്, ഞാൻ സൂചിപ്പിച്ചു, അങ്ങോട്ട് ഞാൻ കടക്കുന്നില്ലെന്ന്. ഒരു മനുഷ്യൻ നന്മ തിന്മ പോലുള്ളതുമായി ബന്ധപ്പെട്ട കണക്കാക്കലുകളൊക്കെ ഉണ്ട്. 100% അത് അങ്ങനെ തന്നെ സംഭവിക്കുകയും ചെയ്യും. അതിന്റെ നൈതികത ഒന്നും പറയേണ്ട ഒരു ഇന്നത്തെ വിഷയത്തിൽ അതിന്റെ നൈതികതയിലേക്ക് ഞാൻ കടക്കുന്നില്ല. പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഇൻസാൻ എന്ന് പറയുന്ന ഒരു അധ്യായം തന്നെ ഉണ്ട്. ആ അധ്യായത്തിന്റെ തുടക്കം ഹല്ലത്ത അലൽ ഇൻസാനി ഹീനും മിനദ് ദഹർ, ദീർഘമായൊരു കാലം മനുഷ്യന് കടന്നുപോയില്ലേ എന്നാണ്. ലം യകുൻ ശൈഅൻ മദ്കൂറ, പരാമർശയോഗ്യമായൊരു വസ്തു പോലുമല്ലായിരുന്നു മനുഷ്യൻ. പരാമർശിക്കാൻ പറ്റുന്നത് നമുക്ക് ഇതിനെക്കുറിച്ച് ഇതൊരു പെട്ടിയാന്ന് പറയാം, ഇതിനെക്കുറിച്ച് മൊബൈലാന്ന് പറയാം, അതിനെക്കുറിച്ച് ചൂണ്ടിക്കാണിക്കാം ഇതെന്ന്, ഈ ചെയറിനെ കുറിച്ച് നമുക്ക് അത് എന്ന് പറയാൻ പറ്റും. അങ്ങനെ ചൂണ്ടാനോ അറിയാനോ പരാമർശിക്കാനോ പറ്റാത്ത വിധം ലോലമായ അതിസങ്കീർണമായ ഒരു ദീർഘ പീരീഡ് ദഹർ മനുഷ്യന് കടന്നുപോയില്ലേ എന്നാണ്.
എന്നിട്ട് അതിന്റെ രണ്ടാമത്തെ വാക്യത്തിൽ അല്ല തആലൽ ഇൻസാനി ഹീനും മിനദ് ദഹർ ലം യകുൻ ശൈഅൻ മദ്കൂറ ഇന്നാ ഖലഖ്നാഹു മിൻ നുത്ഫത്തിൻ അംശാജിൻ. ഒട്ടിച്ചേർന്ന ഒരു പദാർത്ഥത്തിൽ നിന്ന് മനുഷ്യനെ പടച്ചു. ഇവിടെ നുത്ഫത്ത് എന്ന് പറഞ്ഞാൽ ഏകവചനം. നുത്ഫത്ത് എന്ന് പറഞ്ഞാൽ ഏകവചനം. ഏകവചനത്തിന് വിശേഷണമായി വരുന്നത് ഏകവചനമാവലാണ് അതിൻ്റെ ഒരു രീതി. നല്ല വിജ്ഞാനമുള്ളവനായ പണ്ഡിതൻ എന്നല്ലാതെ വിജ്ഞാനമുള്ളവരായ ഒരു പണ്ഡിതൻ നമ്മൾ പറയില്ല. നല്ല സൗന്ദര്യമുള്ള മുഹമ്മദ് എന്നല്ലാതെ നല്ല സൗന്ദര്യമുള്ളവരായ ഒരു മുഹമ്മദ് നമ്മൾ പറയില്ല. അങ്ങനെയാണ്. എന്തുകൊണ്ട്? വിശേഷണവും വിശേഷ്യവും ഏതിനെ കുറിച്ചാണ് നമ്മൾ വിശേഷിപ്പിക്കുന്നത് അതും ഏകവചനം ബഹുവചനം എന്നുള്ളതിലൊക്കെ യോജിച്ചു വരും. മനസ്സിലാകുന്നുണ്ടാവും. അല്ലാതെ നമുക്ക് പറയാൻ പറ്റില്ല നല്ല മനോഹരമായ പള്ളി, മനോഹരങ്ങളായ ഒരു പള്ളി എന്ന് പറയില്ല. മനോഹരങ്ങളായ പള്ളികൾ എന്ന് പറയാം. കാരണം പള്ളികൾ എന്ന് കുറെ ഉണ്ടാവുമ്പോൾ മനോഹരങ്ങളായ എന്ന് ബഹുവചനം പറയാൻ പറ്റും. നേരെ മറിച്ച് മനോഹരങ്ങളായ ഒരു പള്ളി എന്ന് പറയാൻ പറ്റില്ല. അത് മോഡലാണ് ഇപ്പോൾ ഇവിടെ പ്രയോഗിച്ചത്. നുത്തുഫത്തിൽ നിന്ന് അംഷാജിൻ, മഷീജ് എന്നൊക്കെ പറയുന്നതിന്റെ ബഹുവചനമാണ് അംഷാജ്. അംഷാജിൻ ഒട്ടിച്ചേർന്ന കുറെ സംഗതികളുടേതായ ഒരു നുത്തുഫത്ത്. എന്തുകൊണ്ട് ഇങ്ങനെ? പല പണ്ഡിതന്മാരും വിശദീകരിക്കുന്ന ഒരു അത്ഭുതം കാണാം. ഒരു വസ്തുവോ രണ്ട് വസ്തുവോ കൂടി ചേർന്നതല്ല. ശരിക്ക് ഈ കെസറത്തിന്റെ ജമ്മ് ഖില്ലത്തിന്റെ ജമ്മ് എന്നൊക്കെ ഉള്ള ഒരു ഗ്രാമർ വിശദീകരണം ഉണ്ട്. കെസറത്തിന്റെ ജമ്മ് പറഞ്ഞാൽ 10 താഴെയുള്ള ബഹുവചനത്തെയാണ്, 10 താഴെയുള്ള ഘടകങ്ങൾ ചേർന്ന ഒരു ബഹുവചനത്തെയാണ് ഈ ഖില്ലത്തിന്റെ ജമ്മു എന്ന് പറയാം. ഇപ്പോ അഗ്രിബത്ത് 10 താഴെ കാക്കകൾ എന്നാണ് അതിന്റെ അർത്ഥം. ഉറാബ് ഏകവചനം. അഫ്ഇലത്ത് അഫ്ഇലത്തുൻ നഫൂലു സുമ്മ ഫിഅല സുമ്മ തഫ്അലുൻ ജുമൂഉ ഖില്ല എന്ന് പറഞ്ഞ് ഗ്രാമറിന്റെ കിതാബിലൊക്കെ നമ്മുടെ മക്കൾ പഠിക്കുന്നുണ്ട്. അഫ്ഇലത്ത് അതിൽ ഒന്നാമത്തെ പദം നമുക്ക് എടുക്കാം. ഈ അഫ്ഇലത്ത് മോഡൽ വന്നാൽ അതൊക്കെ 10 താഴെയുള്ളതാണ്. അപ്പൊ അഫ്ഇലത്ത് അഗ്രിബത്ത് ഒരേ മോഡലാണ്. അഫ്ഇലത്ത് അഗ്രിബത്ത് 10 താഴെ കാക്കകൾ എന്നാണ് അതിന്റെ അർത്ഥം. ഇങ്ങനെ ഒരു വിഭാഗം ജമ്മുകളുണ്ട്. അതല്ലാത്ത ചില ജമ്മുകളുണ്ട്. ഇതാണ് കെസറത്തിന്റെ ബഹുവചനം എന്ന് പറയാം. അംഷാജ് അതൊക്കെ അതിൽപ്പെട്ടതാണ്. അഫ്ആൽ. ഈ അംഷാജ് എന്ന് പറഞ്ഞാൽ കുറേ വസ്തുക്കൾ കൂടി ചേർന്നത് എന്നാണ് അതിന്റെ അർത്ഥം. കുറേ വസ്തുക്കൾ കൂടി ചേർന്നിട്ടുള്ള ഒരു നുത്തുഫത്ത്. എത്ര മനോഹരമായൊരു വിശദീകരണമാണ്. ഒന്നാമതായി നമ്മൾ ഒരു പുരുഷൻ ഒരു സമയത്ത് വിസർജിക്കുന്ന ആ ശുക്ലം എന്നതിനെ കുറിച്ച് നമ്മൾ പഠിച്ചാൽ അത് കുറേ വസ്തുക്കളുടെ ഒരു സങ്കലനമാണ്. അതിനുള്ള ബീജങ്ങൾ രൂപപ്പെടുന്നത് വൃഷ്ണത്തിൽ നിന്നാണ്. അതിലേക്ക് വേണ്ട മറ്റ് ഘടകങ്ങൾ സെമിനൽ വെസിക്കലൊക്കെ വഴി കയറി ചില പ്രത്യേക മേഖലകളിൽ വെച്ച് പിന്നീട് പലതും കൂടി ചേർന്ന് പിന്നീട് വിസർജിക്കപ്പെടുകയാണ്. അതുകൊണ്ട് പരിശുദ്ധ ഖുർആനിൽ യഖ്റുജു മിൻ ബൈനി സുൽബി വത്തറായിബ് എന്ന് പറയുന്നത് തറായിബിന്റെയും സുൽബിന്റെയും ഇടയിൽ നിന്ന് പുറപ്പെടുന്നു എന്ന് പറഞ്ഞില്ല, ഉണ്ടാകുന്നു എന്ന് പറഞ്ഞില്ല. മനുഷ്യൻ ഉണ്ടാകുന്നത് വൃഷ്ണത്തിലാണ്. പിന്നീട് അത് പോയിട്ട് സൂക്ഷിക്കപ്പെടുന്ന ഒരു പ്രത്യേകമായ അവസ്ഥകളുണ്ട്, ശരീരഭാഗങ്ങളുണ്ട്. പലയിടങ്ങളിൽ നിന്ന് കൂടിച്ചേർന്ന വ്യത്യസ്ത വസ്തുക്കൾ ചേർന്നാണ് ഈ സ്പേം രൂപപ്പെടുന്നത്. ഒന്ന്. രണ്ടാമത്തത്, ഒരു മനുഷ്യൻ സാധാരണഗതിയിൽ വിസർജിക്കുന്ന ഒരു സന്ദർഭത്തിൽ ഏകദേശം 300 മുതൽ 400 വരെ മില്യൺ ബീജങ്ങളാണ് പുറത്തു വരുന്നത്. നമ്മൾ ആലോചിച്ച് നോക്കുക. നമ്മുടെ കേരളത്തിൽ 35 മില്യൺ ആളുകളെ ഉള്ളൂ കേരളത്തിൽ. അപ്പൊ 300-400 എന്നൊക്കെ പറഞ്ഞാൽ ഏകദേശം 8 ഇരട്ടി 9 ഇരട്ടിയാണ്. നമ്മുടെ കേരളത്തിലുള്ള ജനസംഖ്യയെക്കാളും 8 ഇരട്ടി 9 ഇരട്ടി ബീജങ്ങളെയാണ് ഒരു മനുഷ്യൻ ഒരു നേരം വിസർജിക്കുന്നത്. നമ്മുടെ കേരളത്തിലുള്ളതിന്റെ 8 ഇരട്ടി 9 ഇരട്ടി. പല രാഷ്ട്രങ്ങളിലും അതിന്റെ പകുതി പോലും ആളുകളില്ല. അംഷാജ് കൂടിച്ചേർന്ന കുറേ സംഗതികൾ ഇതിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിച്ചു.
ഇത് പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ മുഅ്മിനൂനിന്റെ 14 മുതലുള്ള വചനങ്ങളിൽ അള്ളാഹു വളരെയേറെ മനോഹരമായി വിശദീകരിക്കുന്നുണ്ട്. അവിടെ എന്തൊക്കെ സംഭവിച്ചു എന്നതിനെ കുറിച്ച്. അത് കൂടുതൽ വിസ്തരിച്ചു പറയാൻ എനിക്ക് സമയം അനുവദിക്കുന്നില്ല. എന്നാലും നമ്മൾ അതിൻ്റെ സൂചനകളെ കുറിച്ചൊന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. എന്താണ് സംഭവിക്കുന്നത്? പരിശുദ്ധ ഖുർആൻ പറയുന്നു, സുമ്മ ഖലഖ്ന നുത്ഫത അലഖതൻ സുമ്മ ജഅൽനാഹു നുത്ഫതൻ ഫീ ഖറാറിൻ മക്കീൻ. മനുഷ്യനെ അതിസുരക്ഷിതമായ ഒരു പ്രത്യേകമായ സംവിധാനങ്ങളിൽ നമ്മൾ സംരക്ഷിക്കുന്നു. മനുഷ്യൻ അതിസുരക്ഷിതമായ സംവിധാനങ്ങളിൽ. നമ്മുടെ ഈ സ്പേം പുറത്തിട്ടാൽ അതിൻ്റെ ജീവൻ നശിച്ചു. അത് ഗർഭപാത്രത്തിലെത്തുന്നു. ഖുർആന്റെ തന്നെ ഭാഷയിൽ ഫീ ളുലുമാത്തിൻ സലാസ്, എക്സ്റേ ഇല്ലെന്ന്, സ്കാനിങ് നടത്താൻ സംവിധാനമില്ല എന്ന്. ഒരു സയന്റിസ്റ്റിനും ഒരു കുട്ടി വളരുന്നത് 3 ഇരുട്ടറകളിലാണെന്ന് ബോധ്യമില്ലാത്തൊരു കാലം. പരിശുദ്ധ കൃത്യമായി പറയുന്നു, ഫീ ളുലുമാത്തിൻ സലാസ്, 3 ഇരുട്ടറകളിൽ. എന്താ പ്രശ്നം? ഒന്ന്, കുട്ടി കിടക്കുന്ന ആ മറബുള്ള എന്നൊക്കെ പറയുന്ന ആ ഒരു ബ്ലാഡറുണ്ട്. പിന്നെ സ്ത്രീകളുടെ ഗർഭപാത്രം എന്ന് പറയുന്ന മറ്റൊരു പൊതിച്ചിലുണ്ട്. പിന്നെ നമുക്കും സ്ത്രീകൾക്കും ഒക്കെ ഉള്ള ഈ ശരീരത്തിൻ്റെ ഈ പള്ളയും ശരീരമാകം കൂടുന്ന ഒരു പൊതിച്ചിൽ കൂടെയുണ്ട്. അങ്ങനെ 3 ഇരുളറകളിലാണ് ഈ കുട്ടി വളരുന്നത്. 3 ഇരുളറകളിലാണ് ഈ കുട്ടി വളരുന്നത്. എന്തൊക്കെ സംഭവിക്കുന്നു? ഈ നുത്തുഫത്തിനെ അള്ളാഹു നല്ല സുരക്ഷിതമായൊരു കേന്ദ്രത്തിൽ നിക്ഷേപിക്കുന്നു. സുമ്മ ഖലഖ്ന നുത്ഫത അലഖതൻ. പിന്നീട് ഈ ഒരു നുത്തുഫത്ത് പതിയെ പതിയെ സിക്താണ്ഡമായി മാറുന്നു. ഉമ്മയുടെ അണ്ഡവും പിതാവിന്റെ ബീജവും കൂടി ചേർന്നാൽ സൈക്കോട്ട് രൂപപ്പെടുന്നു, സിക്താണ്ഡം. ഈ സാധനം പതിയെ പതിയെ ഒരു മാംസ കഷ്ണമായി മാറുന്നു. അതിനുള്ളിൽ അള്ളാഹു എല്ലിനെ സൃഷ്ടിക്കുന്നു. ഫഖലഖ്നൽ അലഖത മുദ്ഗതൻ ഫഖലഖ്നൽ മുദ്ഗത ഇളാമൻ, എല്ലുകളാക്കി മാറ്റുന്നു. ഫകസൗനൽ ഇളാമ ലഹ്മ, ഈ എല്ലുകളെ അള്ളാഹു മാംസം കൊണ്ട് ആവരണം ചെയ്യുന്നു. സുമ്മ അൻശഅനാഹു ഖൽഖൻ ആഖർ, പിന്നീട് മറ്റൊരു സൃഷ്ടിയായി അള്ളാഹു മാറ്റുന്നു. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു പദം. ഏകദേശം ഈ പറഞ്ഞ ഘട്ടങ്ങളൊക്കെ മറ്റു ജീവികൾക്കും തുല്യാണ്. ഒരു ആൺ മൃഗത്തിൽ നിന്ന് പെൺമൃഗത്തിലേക്ക് ബീജമെത്തുന്നു, അണ്ഡത്തിൽ അത് പ്രവേശിക്കുന്നു, സിക്താണ്ഡം രൂപപ്പെടുന്നു, മാംസമാകുന്നു, രക്തമാകുന്നു, എല്ല് രൂപപ്പെടുന്നു. അത്ര വരെ ഏകദേശം എല്ലാ ജീവികളിലും തുല്യാണ്. പിന്നെന്താ മനുഷ്യന്റെ പ്രത്യേകത? സുമ്മ അൻശഅനാഹു ഖൽഖൻ ആഖർ, അവിടുന്ന് അങ്ങോട്ട് മനുഷ്യനെ മറ്റൊരു വസ്തുവായി അള്ളാഹു സംവിധാനിക്കുന്നു. മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, 120 ദിവസമാകുമ്പോൾ, കൃത്യം 4 മാസമാകുമ്പോൾ മനുഷ്യന് റൂഹ നിക്ഷേപിക്കുന്നു. മനുഷ്യനിൽ റൂഹ് നിക്ഷേപിക്കുന്നു. ഈ റൂഹ് കൊണ്ട് മനുഷ്യൻ മറ്റു സൃഷ്ടികളിൽ നിന്ന് വ്യത്യസ്തനാകുന്നു. ഈ റൂഹ് കൊണ്ട് നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നു. ഈ റൂഹ് കൊണ്ട് നമുക്ക് ഗവേഷണം നടത്താനാകുന്നു. ഈ റൂഹ് കൊണ്ട് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിൽ നിന്നൊരു പൊതു രീതിയിലേക്ക് നമുക്ക് എത്തിച്ചേരാനാകുന്നു. അങ്ങനെ ഈ സർവമാന പുരോഗതിയും മനുഷ്യലോകത്ത് മാത്രം സാധ്യമാകുന്നു. മനുഷ്യലോകത്ത് മാത്രം സാധ്യമാകുന്നു. അതുകൊണ്ട് പടച്ച റബ്ബ് നമ്മളോട് പറയാണ്, മനുഷ്യരെ, ആത്യന്തികമായി ഈ ലോകത്തുള്ള സർവസ്വവും നിങ്ങൾക്കുള്ളതാകുന്നു. മറ്റു ജീവികൾക്ക് അത് സാധ്യമല്ല എന്നർത്ഥം. മുമ്പൊക്കെ നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ട്, നൈസർഗികമായ സിദ്ധികൾക്കനുസരിച്ച് മുന്നോട്ട് പോവുക, ഏതോ ഒരു സന്ദർഭത്തിൽ ജീവൻ നഷ്ടപ്പെടുക, ഇതിനപ്പുറം മറ്റു ജീവജാലങ്ങൾക്കിടയിൽ ഒരു പുരോഗതിയില്ല. ഭൗതികമായ വസ്തുക്കളെ ഉപയോഗപ്പെടുത്തി ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് എത്താൻ അവർക്ക് സാധ്യമേ അല്ല. വ്യക്തമാണിത്, ഞാൻ വിശദീകരിക്കേണ്ട കാര്യമില്ല. മനുഷ്യൻ ആന്ത്രോപോളജിയൊക്കെ അനുസരിച്ച് അത് ശരിയൊന്നുമല്ല. മറ്റൊരു കാര്യം, ഒന്നാമത്തെ മനുഷ്യൻ പ്രവാചകനായിരുന്നു, ഒന്നാമത്തെ മനുഷ്യൻ സംസ്കാരിയായിരുന്നു, ഒന്നാമത്തെ മനുഷ്യൻ വിജ്ഞാനം ആവശ്യമുള്ളതൊക്കെയുള്ള ആളായിരുന്നു. അദ്ദേഹം നാഗരികമായ ജീവിതം നയിച്ചയാളായിരുന്നു. ഇതാണ് മതം പറയുന്നത്. ഹസ്രത്ത് ആദം അലൈഹിസ്സലാം. അല്ലാതെ കുറേ കാലം ഇങ്ങനെ അന്തം വിട്ട് നടന്നിരുന്നു. പിന്നീട് പതിയെ 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 കല്ലൊക്കെ ഉപയോഗിക്കാൻ തുടങ്ങി. പിന്നെ നവീന ശിലായുഗം വന്നു, ആയുധങ്ങളൊക്കെ ചെത്തി കല്ലൊക്കെ ഉപയോഗിച്ചു തുടങ്ങി. പിന്നെ 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 ഇരുമ്പ് കണ്ടുപിടിച്ചു. അങ്ങനെ വളർന്നു വളർന്നു വന്നു. കുറേ കാലം ഓടിയപ്പോൾ അവന് ആരോഗ്യപരമായി പ്രശ്നങ്ങളൊക്കെ ഉണ്ടായപ്പോൾ ചെരുപ്പ് കണ്ടുപിടിച്ചു. എവിടെയോ തീപിടുത്തുണ്ടായപ്പോൾ
ചത്ത് കരിഞ്ഞു കിടക്കുന്ന മാംസം കിട്ടിയപ്പോൾ അത് തിന്നു നോക്കിയപ്പോൾ അത് കൂടുതൽ ടേസ്റ്റിയാന്ന് ബോധ്യപ്പെട്ടു. അതുകൊണ്ട് മൂപ്പര് പിന്നെ വേവിച്ച് തിന്നാൻ തുടങ്ങി. ഇങ്ങനെയുള്ള പരിണാമങ്ങളൊന്നുമല്ല. ഒന്നാമത്തെ മനുഷ്യൻ സംസ്കാരചിത്തനായിരുന്നു. ഏതെങ്കിലും വർഗത്തിൽ, ഏതെങ്കിലും കാട്ടിൽ ഈ മനുഷ്യന്റെ പിൻഗാമികൾ പിന്നീട് ഇങ്ങനെയൊക്കെ മാറി വന്നിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് വിരുദ്ധമല്ല, നമ്മൾ ഈ പറയുന്നതിന് വിരുദ്ധമല്ല. അത് നമ്മൾ മനസ്സിലാക്കുകയും വേണം. മനുഷ്യർ പിന്നീട് പലയിടങ്ങളിലേക്ക് വ്യാപിച്ചു. പലരും സാംസ്കാരികമായ പ്രവർത്തനങ്ങളിൽ നിന്ന് മാറിപ്പോയി, കാട്ടിലായി, കാടന്മാരായി. അവര് പതിയെ അവരുടെ തലമുറകൾ വിദ്യാഭ്യാസം ഇല്ലാത്തവരായി മാറി. അവര് പിന്നെങ്ങനെ വെറും ഈ മൃഗങ്ങളെപ്പോലെ ജീവിച്ചു, വേട്ടയാടി ജീവിച്ചു. അവിടെ ആധുനിക ശിലായുഗം വന്നു, നവീന ശിലായുഗം വന്നു, ഇരുമ്പിന്റെ യുഗം വന്നു, ചെമ്പിന്റെ യുഗം വന്നു എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. ആന്ത്രപ്പോളജി അതിനെയായിരിക്കും ഫോക്കസ് ചെയ്യണത്. പക്ഷെ അടിസ്ഥാന മനുഷ്യൻ സംസ്കാരചിത്തനായിരുന്നു, എല്ലാ വിജ്ഞാനവും നേടിയ ആളായിരുന്നു. എല്ലാ വസ്തുക്കളെയും കുറിച്ച് ആദം നബിക്ക് അള്ളാഹു വിജ്ഞാനം നൽകി. ഇതാണ് ശരി. ഇനി നമ്മൾ അങ്ങോട്ട് തന്നെ പോകാം. ഇതങ്ങനെ തന്നെ നമുക്ക് സമ്മതിച്ചു കൊടുക്കാം. എന്നാലും മനുഷ്യൻ പിന്നീട് വളർന്നു വന്ന് ഇന്നീ കാണുന്ന പുരോഗതിയിലേക്ക് എത്തി. മറ്റൊരു ജീവിയുടെയും ആവാസ വ്യവസ്ഥയിൽ നമുക്ക് ഇങ്ങനെ ഒന്ന് കാണാൻ പറ്റുന്നില്ല. ഇല്ല എന്ന് പറഞ്ഞാൽ ഇല്ല. കാക്ക അതുപോലെ തന്നെ ജീവിക്കുന്നു, മൈന അങ്ങനെ തന്നെ ജീവിക്കുന്നു. കൂട് കെട്ടുന്നതിൽ, സമ്പാദ്യം ഉണ്ടാക്കുന്നതിൽ, ഭക്ഷണം ഉണ്ടാക്കുന്നതിൽ ഒക്കെ ഒരു മാറ്റമല്ലാതെ പോകുന്നു. എന്തുകൊണ്ട്? മനുഷ്യന് വേണ്ടി പ്രപഞ്ചത്തെ സൃഷ്ടിച്ചിരിക്കുന്നു. നമുക്ക് നിസ്സാരം എന്ന് തോന്നുന്ന വസ്തുവിന് പോലും വേറൊരാൾക്ക് ഉപകാരം ഉണ്ടാകും. നമുക്കൊരു ഉപകാരമെല്ലാം തോന്നുന്നതിൽ നിന്ന് പോലും മറ്റു ചില ആളുകൾക്ക് ഉപകാരം ഉണ്ടാകും. മനുഷ്യനെ അള്ളാഹു എങ്ങനെ സൃഷ്ടിച്ചു എന്ന് ഖുർആൻ പലയിടങ്ങളിലായിട്ട് പറയുന്നു. സുമ്മ അൻശഅനാഹു, പിന്നീട് നമ്മൾ അവനെ ആക്കുന്നു ഖൽഖൻ ആഖർ. ഫതബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ. ഏറ്റവും നല്ല സൃഷ്ടികർത്താവ് പടച്ച റബ്ബ്, അവന്റെ മഹത്വത്തെ നാം വാഴ്ത്തുന്നു. പരിശുദ്ധ ഖുർആൻ ഇതുകൊണ്ടൊക്കെ എന്ത് ലക്ഷ്യമാക്കുന്നു? ഉടനെ തന്നെ പറയുന്നുണ്ട്, സുമ്മ ഇന്നക്കും ബഅദ ദാലിക ലമയ്യിതൂൻ, പിന്നീട് നിങ്ങളൊക്കെ മരണത്തെ നേരിടേണ്ടി വരും. സുമ്മ ഇന്നക്കും യൗമൽ ഖിയാമത്തി തുബ്അസൂൻ, പിന്നീട് ഓരോ മനുഷ്യനെയും ഖിയാമത്ത് നാളിൽ പുനർജന്മം നൽകും. ഇത് പറയാനാണ് ഖുർആൻ മനുഷ്യ സൃഷ്ടിപ്പിന്റെ പിറകിലേക്ക് പോണത്. പലയിടങ്ങളിൽ ഖുർആൻ അത് ചോദിക്കുന്നുണ്ട്. സമ്പൂർണ്ണ ശൂന്യതയിൽ നിന്ന് ഈ മഹാപ്രപഞ്ചത്തെ സൃഷ്ടിച്ച, യാതൊരു മോഡലും ഇല്ലാതെ മനുഷ്യനെ സൃഷ്ടിച്ച റബ്ബിന് ഈ ഉള്ള മനുഷ്യനൊന്ന് പുനഃസൃഷ്ടിക്ക് സാധ്യമല്ലയോ എന്ന് ഖുർആൻ പലയിടങ്ങളിൽ ചോദിക്കുന്നുണ്ട്. ഞാൻ ആയത്ത് ഉദ്ധരിച്ച് സമയം കൂടുതൽ എടുക്കുന്നില്ല. ഇതാണ് ഖുർആൻ ഇത്തരം കാര്യങ്ങൾ നമ്മുടെ മുമ്പിൽ വെക്കുന്നതിന്റെ ആത്യന്തികമായ ലക്ഷ്യം. ഇത് കൃത്യമാണ്, വ്യക്തമാണ്. പടച്ച റബ്ബിന്റെ തീരുമാനം അങ്ങനെയാണ്. ഇനി അള്ളാഹുവിനെ നിഷേധിച്ച് അള്ളാഹുവിന്റെ സൃഷ്ടി വൈഭവത്തിലൊക്കെ സംശയങ്ങൾ ഉണ്ടാക്കിയാണെന്ന് വെക്കുന്ന ആളുകൾ മുന്നോട്ട് വെക്കുന്ന ഇതിന്റെ പകരം സിദ്ധാന്തം എന്താണ്? കുറേയേറെ കാലം വെറും എതിർപ്പ് മാത്രമായിരുന്നു. പിന്നീടാണ് ചുരുക്കി പറഞ്ഞാൽ ചാൾസ് ഡാർവിൻ എത്തുന്നത്. അയാളുടെ ദീർഘമായ 5.5 കൊല്ലം നീണ്ടുനിന്ന യാത്ര വരുന്നത്. അതിനുശേഷം ഒറിജിൻ ഓഫ് സ്പീഷീസ് എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ ജീവവർഗങ്ങളുടെ ഉൽപ്പത്തി എന്ന പുസ്തകം പുറത്തിറങ്ങുന്നത്. അതോടുകൂടെ ദൈവം സൃഷ്ടിച്ചു എന്നതിൽ നിന്ന്, ക്രിയേഷനിൽ നിന്ന് കുറെ ആളുകൾ വലിയ ആഘോഷപൂർവം എവല്യൂഷനിലേക്ക് മാറുന്നു. എന്ന് വെച്ചാൽ പരിണാമത്തിലേക്ക് മാറുന്നു. എന്തിനാ ഇത് കൊട്ടിഘോഷിച്ച് കുറെ ആൾക്കാരെടുത്തത്? അള്ളാഹുവിനെ അംഗീകരിച്ചാൽ മാന്യനായി ജീവിക്കേണ്ടി വരും. നമ്മൾ നേരത്തെ പറഞ്ഞു, ധാർമ്മികത പുലർത്തേണ്ടി വരും, ചില പരിധികളിൽ നിൽക്കേണ്ടി വരും, നിയമങ്ങൾ പാലിക്കേണ്ടി വരും. അതില്ലാതെ വളയം വിട്ട് ചാടാൻ വേണ്ടി കൊതിച്ചു നിൽക്കുന്ന ആളുകൾക്ക് ഈ സൃഷ്ടി വൈഭവം എങ്ങനെയെന്നുള്ളത് വിശദീകരിക്കാൻ കഴിയാത്ത വലിയൊരു പ്രതിസന്ധി ഉണ്ടായിരുന്നു. അവരെല്ലാവരും കൂടെ അങ്ങോട്ട് എവല്യൂഷന്റെ പിന്നാലെ കൂടി. മനുഷ്യൻ രൂപപ്പെട്ടത് പരിണാമത്തിലൂടെയാണെന്ന് അവരങ്ങോട്ട് തീരുമാനിച്ചു. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, ഇത് കണ്ടെത്തിയ ചാൾസ് ഡാർവിൻ ദൈവനിഷേധിയല്ലായിരുന്നു. ഇത് കണ്ടെത്തിയ ചാൾസ് ഡാർവിൻ, എവല്യൂഷൻ തിയറി, പരിണാമ സിദ്ധാന്തം കണ്ടെത്തിയ ചാൾസ് ഡാർവിൻ ദൈവനിഷേധിയല്ലായിരുന്നു. രണ്ടാമത്തേതായി അദ്ദേഹത്തിന്റെ ആത്മകഥയിൽ പറയുന്നത് പോലെ ജീവന്റെ ഒന്നാമത്തെ കണികയെ ദൈവത്തെ ഏൽപ്പിച്ചു കൊടുത്തേ പറ്റുള്ളൂ. അയാൾ പറഞ്ഞത് അമീബ എന്ന് പറയുന്ന ഏകകോശജീവി, അത് 2 കോശജീവിയായി, പല കോശജീവികളായി, അങ്ങനെ പോന്നു പലതുമായി മനുഷ്യനായി എന്നാണ് അദ്ദേഹം പറയുന്നത്. അല്ലാതെ
ജീവൻ രൂപപ്പെട്ടു എന്നത് ചാൾസ് ഡാർവിൻ കണ്ടുപിടിച്ചിട്ടേയില്ല. ലോകത്ത് എങ്ങനെയാണ് ജീവൻ രൂപപ്പെട്ടത് എന്ന് ഡാർവിൻ കണ്ടുപിടിച്ചിട്ടേയില്ല. ശ്രദ്ധയോടുകൂടെ ഇരിക്കുക. ഇന്ന് നമ്മുടെ വിഷയത്തോട് നീതി കാണിക്കേണ്ടതുള്ളത് കൊണ്ട് ഇങ്ങനെ ചിലത് പറയേണ്ടതുണ്ട്. ചാൾസ് ഡാർവിൻ ഒരിക്കലും ജീവൻ എങ്ങനെ ഉണ്ടായി എന്നുള്ളത് കണ്ടുപിടിച്ചിട്ടില്ല. പിന്നെ ജീവൻ ഉണ്ടായിരുന്നു, ആദിയിൽ അമീബ ഉണ്ടായിരുന്നു, അമീബക്ക് പിന്നെ കുറെ കോശങ്ങൾ വന്നു, അങ്ങനെ മനുഷ്യനായി എന്നല്ലാതെ ജീവന്റെ ഉൽപ്പത്തിയെ കുറിച്ച് ചാൾസ് ഡാർവിൻ ഒന്നും പറഞ്ഞിട്ടില്ല. അദ്ദേഹം പറഞ്ഞത് ദൈവത്തെ ഏൽപ്പിച്ചേ പറ്റുള്ളൂ എന്ന് മാത്രമാണ്. പക്ഷേ അവിടുന്നൊക്കെ വിട്ട് ഗുരുവിനേക്കാൾ വലിയ ഭക്തി കാണിച്ച്, രാജാവിനേക്കാൾ വലിയ രാജഭക്തി കാണിച്ചിട്ട് കുറെ ആൾക്കാർ പിന്നീട് വന്നു. അവര് പിന്നെ ഗവേഷണങ്ങളുടെ പൊടിപ്പൂരായി. അങ്ങനെ ദൈവത്തിന് ആവശ്യമില്ല എന്നുള്ള രീതിയിലേക്ക് പ്രചാരങ്ങൾ വന്നു. നീഷയൊക്കെ ഇങ്ങനെ പറഞ്ഞു നടന്നു, ദൈവം മരിച്ചു എന്നും പറഞ്ഞിട്ട്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, വളരെ ഡീപ്പായിട്ട് പരിണാമത്തെ നമുക്ക് നിരൂപിക്കാൻ പറ്റുന്ന ഒരു വേദിയല്ല ഇത്. ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം നമുക്ക് പറയാം. കോടാനക്കോടി വർഷം മുന്നേ, 350 കോടി വർഷം മുന്നേ, അല്ലെങ്കിൽ 3000 കോടി വർഷം മുന്നേ അമീബ എന്ന് പറയുന്ന ജീവിയിൽ നിന്ന് വ്യത്യസ്തങ്ങളായ പരിണാമം വന്ന് മനുഷ്യൻ രൂപപ്പെട്ടുവെങ്കിൽ, ചാൾസ് ഡാർവിൻ തന്നെ പറയണ്ട, എൻ്റെ സിദ്ധാന്തത്തിന്റെ വലിയൊരു പരിമിതി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അന്നുള്ള അമീബ എപ്പോഴും ഉണ്ട് എന്നുള്ളതാണ് വിഷയം. അന്നുള്ള അമീബ എന്ന് പറയുന്ന ഒരു ടീം എന്ന് വെച്ചാൽ ഏകകോശ ജീവികൾ 3000 കോടി വർഷം മുന്നേ ഉണ്ട്. അവരൊക്കെ ഇപ്പോഴും ഉണ്ട്, ആ ടീം ഇപ്പോഴും ഉണ്ട്. അപ്പോ ഈ പരിണാമം എന്ന് പറയുന്ന ഒരു സംഭവം കുറെ കാലം ഇങ്ങനെ കഴിയുമ്പോൾ ഉണ്ടാവുന്നുണ്ടെങ്കിൽ ഈ അമീബാറിന്റെ സാധനം ഇപ്പം ഉണ്ടാവാനേ പാടില്ല. അമീബയുടെ ഏതോ ഒരു കുടുംബത്തിൽ മാത്രം പരിണാമം വന്നതിന് യുക്തമായ വിശദീകരണമല്ല. കുറെ കാലം കഴിയുമ്പോ എവല്യൂഷൻ തിയറി തന്നെ പറയുന്നത് പ്രകാരം നാച്ചുറൽ സെലക്ഷൻ എന്ന് വെച്ചാൽ പ്രകൃതി നിർദ്ധാരണം സംഭവിക്കുമെങ്കിൽ, എന്ന് പറഞ്ഞാൽ കുറെ കാലം കഴിയുമ്പോൾ ഘട്ടം ഘട്ടമായിട്ട് പ്രകൃതിയുടെ ഓരോ പ്രതിഭാസത്തോടും നേരിട്ട് ഒരു ജീവിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ എന്നാണ് പറയണത്. ഒരു ഉദാഹരണം അവർ പറയാറുണ്ട്. ഒരു മാനിനെ പുലി ആട്ടിക്കൊണ്ടേയിരിക്കുന്നു. നിരന്തരമായി ഈ പുലിയുടെ കുട്ടി, പിന്നെ ആ കുട്ടിയുടെ കുട്ടി, ഇങ്ങനെ ആട്ടിക്കൊണ്ടിരിക്കുമ്പോൾ കുറെ കാലം കഴിയുമ്പോൾ പുലി മറ്റൊന്നായി മാറുന്ന പറയണത്. നമ്മൾ ആലോചിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട സംഗതി അത് തീരെ പ്രായോഗികമല്ലെന്നാണ്. ഈ ഉദാഹരണം തന്നെ നമുക്കൊന്ന് മറിച്ചിട്ടോക്കാം. പുലി നിരന്തരമായി ആട്ടുമ്പോൾ പുലിയുടെ മുമ്പിലുള്ള ലക്ഷ്യം വെറും ഭക്ഷണം മാത്രമാണ്. ഈ മാനിനല്ലെങ്കിൽ വേറെ മാനിനെ പിടിക്കാം, വേറെ മുയലിനെ പിടിക്കാം. പക്ഷെ ഈ മാനിന്റെ പ്രശ്നം എന്താണ്? ജീവനാണ്. പുലി ആട്ടുന്നു, ഓടിക്കൊണ്ടേയിരിക്കണം, ഓടി രക്ഷപ്പെടണം. കാരണം മാനിന് ഈ ജീവൻ കൊടുത്താൽ വേറൊരു ജീവൻ എടുക്കാന്ന് പറയാൻ പറ്റൂല. അപ്പോ മാൻ കഷ്ടപ്പെട്ട് കൂടുതൽ സ്ട്രോങ്ങിൽ ഓടിക്കൊണ്ടേയിരിക്കും. പുലിയിൽ പരിണാമം വരുന്നതിനേറെ ഊക്കിലും സ്പീഡിലും മാനിൽ പരിണാമം വരും. പിന്നെ പുലിക്ക് തൊടാൻ പറ്റാത്തൊരു ജീവിയായി മാനിലും പരിണാമം വരണം. അങ്ങനെ വന്നാൽ ലോകത്തുള്ള സർവ്വ പുലികളും അന്നം കിട്ടാതെ ചത്തുപോകും, വംശനാശം നേരിടേണ്ടി വരും. ഈ പരിണാമം പ്രകൃതി നിർദ്ധാരണത്തിന്റെ ഭാഗമായി പുലിയിലേ വരാവൂ എന്ന് പരിണാമവാദികൾ ശഠിക്കുന്നു. നേരെ മറിച്ച് മാനിനെ അവർ മറന്നുപോകുന്നു. വളരെ ഡീപ്പായിട്ട് പറയേണ്ട ഒരു സംഗതിയാണ് പ്രകൃതി നിർദ്ധാരണത്തിന്റെ അബദ്ധങ്ങൾ. ഇപ്പൊ നമ്മൾ ഈ ജിറാഫിന്റെ കഴുത്തിനെ കുറിച്ച് പഠിക്കുക. ഈ പ്രകൃതി നിർദ്ധാരണം എന്ന അവരുടെ തിയറി അനുസരിച്ച് പോവുകയാണെങ്കിൽ കുഞ്ഞു കഴുത്തുള്ള മാനിനെ പോലെ, നമ്മുടെ ആടിനെ പോലെയുള്ള ജീവിയായിരുന്നു പണ്ട് ജിറാഫ് എന്ന് പറയേണ്ടി വരും. എന്നിട്ട് ഘട്ടം ഘട്ടമായി പ്രകൃതി നിർദ്ധാരണത്തിന്റെ ഭാഗമായി എന്തൊക്കെയോ പ്രകൃതിയിലെ പ്രശ്നങ്ങളെ സഹിച്ച് ഉദാഹരണമായിട്ട് അടിയിലൊന്നും പുല്ലില്ലാതെയായി. അപ്പൊ മുകളിലുള്ള ഇല കടിച്ചെടുക്കാൻ വേണ്ടി ജിറാഫ് ഇങ്ങനെ വർഷങ്ങളോളം തല നീട്ടി ജിറാഫിന്റെ കഴുത്ത് അത്രക്കായി എന്ന് പറയേണ്ടി വരും. പക്ഷേ അത് തെളിയിക്കാൻ പറ്റുന്ന ഒരു എവിഡൻസും ഇല്ല. അത് പറയാൻ ധൈര്യമുള്ള ഒരു സയന്റിസ്റ്റും ഇല്ല ഈ രംഗത്ത്. ഇവരുടെ മുമ്പിൽ ഏറ്റവും വലിയ ഭീഷണിയാണ്, പ്രകൃതി നിർദ്ധാരണക്കാരുടെ മുമ്പിൽ ഏറ്റവും വലിയ ഭീഷണിയാണ് ജിറാഫിന്റെ കഴുത്ത്. അപ്രകാരം തന്നെ ഈ കങ്കാരുവിന്റെ കുട്ടി വിശദീകരിച്ച് പറയേണ്ട കാര്യമാണ്, ഞാൻ ചുരുക്കി പറയുന്നു.
നന്നായിട്ട് ശ്രദ്ധിക്കണം. കങ്കാരു ഏകദേശം 200 കിലോ പോലും വലുതാകുന്ന വമ്പിച്ചൊരു ജീവിയാണ്. പക്ഷെ അതിൻ്റെ കുഞ്ഞ് പ്രസവിക്കപ്പെടുമ്പോൾ കേവലം 3 ഗ്രാം മാത്രമായിരിക്കും, ഒരു സ്പൂണ് കൊള്ളാൻ മാത്രമായിരിക്കും. ഒരു കുഞ്ഞു കൈയുണ്ടാകും, ഡോട്ടിട്ടതുപോലത്തെ ഒരു കണ്ണുണ്ടാകും. പ്രസവിക്കുന്നതിൻ്റെ മുന്നോടിയായിട്ട് കങ്കാരു തള്ള അതിൻ്റെ അടിഭാഗത്തുള്ള രോമങ്ങൾ ഇങ്ങനെ നനച്ചിട്ട് ഒരു പാസേജ് ഉണ്ടാക്കി വെക്കും. പ്രസവിച്ച ഉടനെ ആ കുഞ്ഞ് ആ ഒറ്റക്കൈ കൊണ്ട് അള്ളിപ്പിടിച്ച് കയറി വരും. കങ്കാരുവിൻ്റെ വയറിലുള്ള ആ ഒരു ബാഗിലേക്ക് ഇറങ്ങും. പിന്നീടുള്ള വളർച്ച അവിടെയാണ്. അത്ഭുതമതല്ല. ഈ കങ്കാരുവിൻ്റെ ആ ചെറിയ കുഞ്ഞിന് വളരെ ഡയലൂട്ടായ പാലേ പറ്റൂ, നല്ല കട്ടിയുള്ള പാല് പറ്റൂല. അതിൻ്റെ വായയിലേക്ക് സിറിഞ്ച് പോലത്തെ ഒരു സാധനം അല്ലാഹു സുബ്ഹാനഹു വ തആല വെച്ചു കൊടുക്കുന്നു. അതിലൂടെ വളരെ ഡൈലൂട്ടായിട്ടുള്ള നേർപ്പിച്ച പാല് ആ കുട്ടിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നു. അതേ സമയത്ത് തൊട്ടപ്പുറത്ത് കുറച്ച് മുന്നേ വന്ന കുട്ടി വളരുന്നുണ്ട്, അവന് നല്ല കട്ടിയുള്ള പാല് വേണം. അതിന് കിട്ടുന്നത് ഒരേ സ്തനത്തിൽ നിന്ന് ഒന്ന് വളരെ ലളിതമായ പാല് കൊടുക്കുമ്പോൾ മറ്റൊന്ന് നല്ല കട്ടിയുള്ള പാല് കൊടുത്തുകൊണ്ടിരിക്കുന്നു. വലിയൊരു അത്ഭുതം വേറെ നടക്കാനിരിക്കുന്നു. ഈ ചെറിയ കുട്ടിയെ വലിയ കുട്ടി കയ്യും കാലുട്ടി ഇളക്കിയിടണേ ചത്തുവും. അത് വരാതിരിക്കാൻ അവരുടെ ഇടയിൽ ഒരു ഡിവൈഡർ രൂപപ്പെടുന്നു. പരിണാമവാദികളൊന്ന് വിശദീകരിച്ച് തരണം ഇതെങ്ങനെ സംഭവിക്കുന്നു എന്ന്. പരിണാമവാദികളൊന്ന് വിശദീകരിക്കണം. ശരിക്കും പറഞ്ഞാൽ പരിണാമവാദം അനുസരിച്ച്, നാച്ചുറൽ സെലക്ഷൻ അനുസരിച്ച് ഈ കങ്കാരുവിന് വയറിൽ ബാഗ് ഉണ്ടാകാൻ പാടില്ല. പണ്ട് കോടിക്കണക്കിന് വർഷം മുന്നേ. എന്നിട്ടോ പ്രകൃതി നിർദ്ധാരണത്തിന്റെ ഭാഗമായി നമ്മൾ സങ്കല്പിക്കുകയാണെങ്കിൽ ഒരു കഥ പോലെ പറയാം. കുറേ കങ്കാരുകൾ പ്രായപൂർത്തിയാകാതെ അങ്ങനെ പറ്റൂ, കുഞ്ഞു കുട്ടികൾ ജനിച്ചു. ആ കുട്ടികളൊക്കെ ഇങ്ങനെ ചത്തുപോയി സ്വാഭാവികമായിട്ടും. അപ്പൊ അത് ശരിയാവില്ല എന്ന് കങ്കാരുവിന് തോന്നണം, പ്രകൃതി നിർദ്ധാരണത്തിന്റെ ഭാഗമായിട്ട്. അപ്പൊ കങ്കാരു എന്ത് ചെയ്തു, ആ കുട്ടിനെടുത്തിട്ട് ചാവാൻ പോണ കുട്ടിനെടുത്തിട്ട് ഇങ്ങനെ തിരികൽ തുടങ്ങി. ഇവിടെ ഇങ്ങനെ കുറെ തിരികിയപ്പോ നമ്മുടെ ചെറിയ മക്കൾക്കൊക്കെ ഉണ്ടാകുന്ന കുഞ്ഞു കീശ പോലത്തെ ഒരു ചെറിയ ബാഗ് ഇവിടെ രൂപപ്പെട്ടു. പിന്നെ കൊല്ലങ്ങളോളം തിരികി പിന്നെ വലിയ കീസ വന്ന്, പിന്നെ സൈഡിലൊക്കെ ഉള്ള ഈ ജുബന്റെ കീസ വന്ന്, പിന്നെ ഇപ്പൊ കാണുന്ന ബാഗ് ഉണ്ടായി എന്ന് പറയണം. അതല്ലാതെ ഒരു യുക്തിയില്ല. അങ്ങനെയാണെങ്കിൽ കോടിക്കണക്കിന് വർഷം തികയാതെ പ്രസവിക്കുന്നുവെങ്കിൽ കങ്കാരു എന്ന് പറഞ്ഞ വിഭാഗം ലോകത്തുണ്ടാവൂല. അറ്റങ്ങളൊക്കെ ചത്തുപോയിട്ടുണ്ടാവും. ഒരു കങ്കാരു അല്ല ഇത് ചെയ്യണത്. തലമുറകൾ മാറി വരണം. എന്നിട്ട് പറയാണ്, പടച്ച റബ്ബിന്റെ സൃഷ്ടിപ്പിനൊരു വിഷയമല്ല, ഞങ്ങളിതാ എവല്യൂഷൻ തിയറി കണ്ടുപിടിച്ചിരിക്കുന്നു. ഒരു കാര്യം കൂടിയും പറയാം. ഈ എവല്യൂഷൻ തിയറിക്കാരുടെ മുമ്പിലുള്ള ഏറ്റവും വലിയ ഭീഷണിയാണ് മിസ്സിംഗ് ലിങ്കുകൾ, ഇടക്കണ്ണികൾ, കാണാകണ്ണികൾ എന്നൊക്കെ അർത്ഥം പറയാം. ഉദാഹരണമായിട്ട് അവർ പറയുന്നുണ്ട്, ഉരകങ്ങളിൽ നിന്നാണ് പറവ രൂപപ്പെട്ടത്. ഉരകങ്ങൾ പാമ്പ് പോലെ ഇങ്ങനെ അരിച്ചു പോണ സാധനങ്ങൾ, അതിൽ നിന്നാണ് പറവകൾ രൂപപ്പെട്ടത്. അപ്പൊ പാമ്പൊക്കെ ഇങ്ങനെ നല്ലൊരു മൂർഖനൊക്കെ ഇങ്ങനെ നിൽക്കുന്നത് കാണുകയും തൊട്ടപ്പുറത്ത് ഇങ്ങനെ കൊക്ക് നിൽക്കണം കാണുമ്പോൾ ഇതിൽ നിന്നായിരിക്കും ഇത് വന്നത് എന്നൊക്കെ ഒരു കഥ മെനയൊക്കെ ചെയ്യാം. പക്ഷെ പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, പാമ്പിൽ നിന്ന് കൊക്കിലേക്ക് എത്തുമ്പോൾ പാമ്പും കൊക്കുമായ കുറേ സാധനങ്ങൾ അതിൻ്റെ ഇടയിൽ വേണം. മനസ്സിലാകുന്നുണ്ടാവും. ഒരു 99% പാമ്പും 1% കൊക്കുമായ ഒരു ജീവി വേണം. പിന്നെ 98% പാമ്പും 2% കൊക്കുമായ ഒരു ജീവി വേണം. പരിണാമം അങ്ങനെ വരികയാണേ. പിന്നെ 97% പാമ്പും 3% കൊക്കുമായ ഒരു ജീവി വേണം. ലാസ്റ്റ് പോന്ന് 99% കൊക്കും 1% പാമ്പുമായ ഒരു ജീവി വേണം. എന്നിട്ട് 100% കൊക്കിലേക്ക് എത്തണം. പക്ഷേ കൊക്കിന്റെ ഫോസിൽ കിട്ടാനുണ്ട്, പാമ്പിന്റെ ഫോസിലും കിട്ടാനുണ്ട്. അതിൻ്റെ ഇടയിലുള്ള ഒരു പാമ്പും കൊക്കുമായ സാധനത്തിന്റെ ഒരെണ്ണത്തിന്റെ ഫോസിൽ പോലും കിട്ടിയിട്ടില്ല. ഒരു ഉദാഹരണം പറഞ്ഞതാണ്. ചാൾസ് ഡാർവിൻ ഈ പ്രശ്നത്തിന് മറുപടി പറഞ്ഞത് എങ്ങനെയാണ്? അദ്ദേഹം പറഞ്ഞു, നമ്മുടെ കാലത്ത് ഫോസിൽ പഠനം വളരെ ലോലാണ്. അതുകൊണ്ട് 50ഓളം ഫോസിൽ എൻ്റെ കയ്യിലുള്ളൂ. ധാരാളം ഫോസിലുകൾ കിട്ടും, അന്ന് മിസ്സിംഗ് ലിങ്ക് പൂരണം ചെയ്യപ്പെടും.
ഇടക്കണ്ണികൾ അന്നുണ്ടാവും. ഇടക്കണ്ണികളെ കുറിച്ചുള്ള ബോധം വന്ന് കിട്ടും. ഇന്ന് പരിണാമവാദികളുടെ അടുത്ത് 3 ലക്ഷത്തോളം ഫോസിലുകളുണ്ട്. ഒന്നിൽ പോലും മിസ്സിംഗ് ലിങ്കുകളില്ല, ഇടക്കണ്ണികളില്ല. എന്തുകൊണ്ട്? പാമ്പിനെ പാമ്പായി റബ്ബ് പടച്ചു, കൊക്കിനെ കൊക്കായും പടച്ചു. പാമ്പിൽ നിന്ന് പരിണാമം വന്ന് കൊക്ക് രൂപപ്പെട്ടതല്ല. എത്ര ശാസ്ത്രലോകത്ത് എത്ര തട്ടിപ്പുകൾ നടന്നു. ഇപ്പൊ ലീമർ കുരങ്ങന്റെയും മനുഷ്യന്റെ ഇടയിലുള്ള പരിണാമത്തിന്റെ ഇടക്കണ്ണിയെന്ന് വരാൻ വേണ്ടിയിട്ട് ഒരു ചിമ്പാൻസിയുടെ ഈ താടി ഭാഗം ഗ്രൈൻഡ് ചെയ്ത് പാകപ്പെടുത്തിയിട്ട് ലണ്ടൻകാരാകുന്ന 2 ശാസ്ത്രജ്ഞന്മാർ 50-ലേറെ കൊല്ലം ശാസ്ത്രലോകത്തെ പറ്റിച്ചു. പിന്നീട് കാർബൺ ടെസ്റ്റ് വന്നു. കാർബൺ ടെസ്റ്റ് എടുത്ത് പരിശോധിച്ചപ്പോഴാണ് ഇത് കുരങ്ങിന്റെ താടി രാഗി പാകപ്പെടുത്തിയതാന്ന് മനസ്സിലായത്. കുറെ സങ്കല്പ കഥകൾ അവർ ശാസ്ത്രലോകത്ത് പ്രചരിപ്പിച്ചു. ഉദാഹരണമായിട്ട് ജാവ ഇന്തോനേഷ്യയുടെ ഭാഗത്ത് പോയി പരിശോധിച്ചപ്പോൾ ഒരു സയന്റിസ്റ്റിന് ഇടക്കണ്ണിയെ കിട്ടിയെന്നും പറഞ്ഞ് ആഘോഷിച്ചു. അതിന്റെ ചിത്രം വന്നു. യൂറോപ്പിലൊക്കെയുള്ള എല്ലാ മ്യൂസിയങ്ങളിലും ശാസ്ത്ര ഗവേഷണ സ്ഥാപനങ്ങളിലും ആ ഇടക്കണ്ണി മനുഷ്യന്റെ ചിത്രം വന്നു. ആഴത്തിലേക്ക് പഠിച്ചു പോയപ്പോൾ എന്താണ് സംഭവിച്ചത്? ആകെ മൊത്തം ടോട്ടൽ ആ മനുഷ്യന്, ആ സയന്റിസ്റ്റിന് കിട്ടിയത് ഒരു പല്ലും ഒരു തൊടയല്ലും തലയുടെ മുകൾ ഭാഗത്തിന്റെ ഒരു പീസ് അസ്ഥിയുമാണ്. പല്ല് കിട്ടിയിടത്തുനിന്ന് 14 മീറ്റർ അപ്പുറത്തുനിന്നാണ്, കൃത്യം 14 മീറ്റർ അപ്പുറത്തുനിന്നാണ് തുടയല് കിട്ടിയത്. ഇടക്കണ്ണി കിട്ടായിട്ട് പൊറുതി മുട്ടി നടക്കണ ഇയാൾ ഈ 2-3 സാധനം കിട്ടിയോടുകൂടെ അങ്ങോട്ട് ചാടി അയാളുടെ ഗുരുവിന് അയാൾ കത്തെഴുതി. ആദ്യം ഫ്രാൻസ് ഗവൺമെന്റിനെ സമീപിച്ചിരുന്നു അയാൾ, ഞാൻ ഇങ്ങനെ ഒരു പഠനം നടത്തുകയാണ്. അവർ മെയിൻ ചെയ്തില്ല. പിന്നെ ഇയാൾക്ക് ഈ വട്ട് കുറേയാണ് മൂത്ത് എല്ലാം കുത്തിക്കുഴച്ചിങ്ങനെ ഈ ഫോസിലുകൾ ഉണ്ടാക്കാനുള്ള ശ്രമം നടത്തിയപ്പോൾ ഇങ്ങനെ തന്നപ്പോൾ ഗവൺമെന്റ് സപ്പോർട്ട് ചെയ്തു. 2 കുഴിക്കണ എഞ്ചിനീയർമാരെയും 50 തടവുപുള്ളികളൊക്കെ ഇയാളുടെ ഗവേഷണത്തിന് വിട്ടുകൊടുത്തു. അങ്ങനെയുള്ള പഠനം ദീർഘമായി പറയേണ്ടതാണ്, ഞാൻ വളരെ ചുരുക്കി പറയാം. അങ്ങനെയുള്ള ഗവേഷണത്തിനടക്കാണ് അയാൾക്ക് ഒരു പല്ല് കിട്ടുന്നത്. കുറേ അപ്പുറത്ത് 14 മീറ്റർ അപ്പുറത്തുനിന്ന് ഒരു എല്ല് കിട്ടുന്നത്, പിന്നെ തലയൊട്ടിയുടെ ഒരു ഭാഗം കിട്ടുന്നത്. ഇത് 3ഉം വെച്ചിട്ട് അയാൾ ഒരു മനുഷ്യന്റെ രൂപം വരച്ചെടുത്തു, ഏകദേശം കുരങ്ങിനോട് സാദൃശ്യമുള്ള രൂപം. എന്നിട്ട് കൊട്ടിഘോഷിച്ചു, ഇതാ മിസ്സിംഗ് ലിങ്കിനെ കണ്ടെത്തിയിരിക്കുന്നു. എത്രമേൽ വഞ്ചനയാണ് ഇത്, ആലോചിച്ചു. ഇവിടെ 3-4 പ്രശ്നം നമ്മൾ നിർദ്ധാരണം ചെയ്യേണ്ടതുണ്ട്. ഒന്ന്, ഈ 3 സാധനങ്ങളും ഒരേ ജീവിയുടേതാണെന്ന് എങ്ങനെ മനസ്സിലാക്കി? വെറുതെ സങ്കല്പിച്ചു എന്നാണ് ഉത്തരം. രണ്ടാമത്തേത്, ഈ 3 കഷ്ണം മാത്രം കിട്ടുമ്പോഴേക്കും ഒരു പൂർണ്ണകായ രൂപീകരണമായ ഒരു ജീവിയെ വരച്ചെടുക്കുന്നത് എങ്ങനെയാണ്? ഒരു 3 കഷ്ണം, തലയോട്ടിന്റെ ഒരു ചെറിയ പീസും കിട്ടി, ഒരു പല്ലും കിട്ടി, ഒരു തൊടയല്ലിന്റെ കഷ്ണവും കിട്ടി. ഈ 3ഉം വെച്ചിട്ട് ഇത് ഉൾക്കൊള്ളുന്ന ജീവി ഇങ്ങനെയായിരിക്കും എന്നും പറഞ്ഞ് കുരങ്ങും മനുഷ്യനും ചേർന്ന ഒരു ജീവിയെ വരച്ചെടുക്കുന്നത് എങ്ങനെയാണ്? എത്രമാത്രം ധർമ്മവിരുദ്ധമാണത്! എന്തിനാ ഇങ്ങനെയൊക്കെ അവർ കഷ്ടപ്പെട്ടത്? എന്തിനാണ് അവർ നിയാണ്ടർതാലിനെ സൃഷ്ടിച്ചത്? എന്തിനാണ് കരിങ്കുരങ്ങിന്റെ ഈ താടയല്ല് രാഗി പാകപ്പെടുത്തിയിട്ട് മനുഷ്യന്റെ താടയല്ല് പോലെ ആക്കിയത്? ഇടക്കണ്ണി എന്ന് പറഞ്ഞ വലിയൊരു ഭീഷണി ഉണ്ട്, അതെങ്ങനെയെങ്കിലും ഒന്ന് പൂരിപ്പിക്കണം എന്ന് കരുതിയിട്ട്. എന്തിനു വേണ്ടിയിട്ട്? അങ്ങനെയെങ്കിലും പടച്ച റബ്ബിന് ഇനി ആവശ്യമില്ല എന്ന് പറയണം. സാധ്യമല്ല. പരിണാമത്തെ ഡീപ്പായിട്ട് പഠിക്കല്ല ഞാൻ, അല്ലെങ്കിൽ പരിചയപ്പെടുത്തല്ല. കാരണം നമ്മുടെ സമയം കുറേ അതിനു വേണ്ടി വരും. ചുരുങ്ങിയ രീതിയിലുള്ള ഒരു കാര്യം പറഞ്ഞു എന്ന് മാത്രം. ഇതും വെച്ചിട്ടാണ് റബ്ബിനെ അവർ ചോദ്യം ചെയ്യുന്നത്. പ്രധാനമായും മനുഷ്യനെ കുറിച്ച് പഠിക്കുക. എന്നിട്ട് മനുഷ്യന്റെ ചില കാര്യങ്ങളൊക്കെ എടുത്തിട്ട്, നമ്മുടെ പ്രചാരണത്തിലുള്ള വീഡിയോയിലൊക്കെ അതാണുള്ളത്, മനുഷ്യന്റെ ചില കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഇത് മനുഷ്യന് ആവശ്യമില്ല എന്നോട് പറയാം. ഉദാഹരണമായിട്ട് മനുഷ്യന്റെ ശരീരത്തിലുള്ള അപ്പൻഡിക്സ് എന്ന് പറയുന്ന ഒരു സാധനം, വൻകുടലിന്റെ അപ്പുറത്ത് ലാസ്റ്റ് ഭാഗത്ത് തൂങ്ങിക്കിടക്കുന്ന വിരല് പോലത്തെ ഒരു സാധനത്തിനാണ് ഇത് പേര്. അതിൽ അണുബാധ ഉണ്ടായിട്ട് വേദന വരുമ്പോഴാണ് നമ്മൾ അപ്പൻഡിസിസ് എന്നൊക്കെ പറയുന്ന സാധനം ഉണ്ടാകുന്നത്. പലപ്പോഴും സർജറി നടത്തണം, ഒഴിവാക്കണം എന്നൊക്കെ പറയും. വൻകുടലിനോട് ചേർന്ന് ഒരു വിരലിന്റെ ആകൃതിയിൽ തൂങ്ങിക്കിടക്കുന്ന ഒരു ഭാഗമാണ് അപ്പൻഡിക്സ്. ഈ അപ്പൻഡിക്സിനെ ബാധിക്കുന്ന അണുബാധയെ കുറിച്ചാണ് നമ്മൾ അപ്പൻഡിസൈറ്റിസ് എന്ന് പറയുന്നത്. പലപ്പോഴും നമുക്ക് പരിചയമുള്ള ഒരു രോഗമാണ്. എന്തോന്ന് വയറുവേദനയാണ്, അപ്പൻഡിസിസ് ആണെന്നൊക്കെ നമ്മൾ പറയും. അപ്പൻഡിക്സ് ആണെന്നും പറയും നമ്മൾ. അപ്പൻഡിക്സ് എന്ന് പറഞ്ഞാൽ ഈ സാധനത്തിന്റെ പേരാണ്. അതിന് വരുന്ന അണുബാധയെ കുറിച്ചാണ് ഈ പറയുന്ന സംഗതി. ഇതൊരാവശ്യമല്ല എന്നാണ് ഇപ്പോൾ ഇസ്ലാമിനെ എതിർത്തുകൊണ്ടിരിക്കുന്ന, പടച്ച റബ്ബിന് അത്ര കഥല്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നവരുടെ പ്രധാനപ്പെട്ട ഒരു വാദം.
ഇവരുന്നയിക്കുന്ന ഒരു പ്രശ്നം, പണ്ട് മനുഷ്യൻ ഈ പച്ചയായിരുന്നു തിന്നിരുന്നത്. മാംസമാണെങ്കിലും വസ്തുക്കളാണെങ്കിലും പഴങ്ങളാണെങ്കിലും പച്ചക്കറികളാണെങ്കിലും പച്ചക്കാണ് അവർ തിന്നത്. ഈ പച്ചക്ക് തിന്നുമ്പോൾ ഇത് ദഹിച്ച് കിട്ടണമെന്നുണ്ടെങ്കിൽ ഗംഭീരമായി വളരെ ശക്തിയുള്ള കുറേ ബാക്ടീരിയകൾ വേണം. ഈ ബാക്ടീരിയകൾക്ക് പാർക്കാനുള്ള ഇതിനെ ഭക്ഷണങ്ങളിലെ ഈ സെല്ലുലോസിനെ ദഹിപ്പിക്കുന്നതിനാവശ്യമായ ബാക്ടീരിയകളെ സൂക്ഷിക്കാനുള്ള ഒരു അറയാണ് ഈ അപ്പൻഡിക്സ് എന്നാണ് ഗവേഷകന്മാരുടെ ഒരു നിഗമനം, അല്ലെങ്കിൽ അവരുടെ ഒരു കണ്ടെത്തൽ. അപ്പൊ അവർ പറയുന്നത് എന്താ വെച്ചാൽ, ഇപ്പം മനുഷ്യന്മാരെന്ത് ചെയ്തു, നല്ല പാചകം ചെയ്ത ഭക്ഷണം കഴിക്കൽ തുടങ്ങി, ഇറച്ചി പച്ചക്ക് തിന്നണില്ല, അതുകൊണ്ട് ഇതിന്റെ ആവശ്യമേ ഇല്ല. പടച്ച റബ്ബ് നല്ല യുക്തിമാനായിരുന്നെങ്കിൽ ഈ സാധനം കൊടുക്കരുതായിരുന്നു എന്നാണ് അവരുടെ ഗവേഷണം. കാര്യം മനസ്സിലായിട്ടുണ്ടാവും. നമ്മൾ ലളിതമായി ആലോചിച്ച് നോക്കുക, അള്ളാഹുവിന്റെ സൃഷ്ടിയുടെ ഗാംഭീര്യല്ല അപ്പൊ മനസ്സിലാവുന്നത്. കാരണം പച്ചക്കൊരു സാധനം തിന്നു, മനുഷ്യൻ ഇനിയും പച്ചക്ക് കുറെ തിന്നു എന്ന് സങ്കല്പിക്കുക. ചില മനുഷ്യന്മാർ ഇനി പച്ചക്ക് ഇറച്ചി തിന്നാന്ന് സങ്കല്പിക്കുക. ഇപ്പൊ ജപ്പാനിലൊക്കെ ഉണ്ട്, നല്ല കിളുന്തു പശുവിനെ AC-യിലൊക്കെ ഇട്ട് വളർത്തി നല്ല ഫുഡൊക്കെ കൊടുത്ത് അതിന്റെ മാംസം പച്ചക്ക് മുറിച്ചെടുത്ത് ചില ക്രീം തേച്ച് തിന്നണ ഒരു രീതിയുണ്ട്. കുറെ കാലം കഴിഞ്ഞ് മനുഷ്യന്മാർ ഇനി ആ അവസ്ഥയിലേക്ക് തന്നെ എത്തിച്ചേർന്നു എന്ന് സങ്കല്പിക്കുക. അപ്പൊ ഈ കഠിനമായ ഫുഡിനെ ദ്രവിപ്പിക്കണമെങ്കിൽ നല്ല ശക്തിയുള്ള ബാക്ടീരിയകൾ വേണ്ടി വരും, അവറ്റങ്ങൾക്ക് താമസിക്കാൻ സ്ഥലം വേണ്ടി വരും. പടച്ച റബ്ബിന്റെ സൃഷ്ടി വൈഭവത്തിൽ അവൻ അങ്ങനെ ഈ അപ്പൻഡിക്സ് നൽകിയിട്ട് അവറ്റങ്ങൾക്ക് പാർക്കാൻ ഒരു നല്ല ഇടം സംവിധാനിച്ചിരിക്കുന്നു. അപ്പൊ എന്താ വിഷയം? ഇപ്പൊ അപ്പൻഡിക്സ് ആവശ്യമില്ല എന്ന് പറയുന്ന ചില ആളുകൾക്ക് ശക്തമായി ഇതൊരു അവശിഷ്ട അവയവമാണ് എന്ന് പറയുന്ന ഒരു ടീമുണ്ട്. ഇപ്പൊ ഉദാഹരണമായിട്ട് പുതിയ കാലത്ത് അതിന്റെ പിറകിലാണ് നമ്മുടെ ഈ യുക്തിവാദികളും മതനിഷേധികളും ഒക്കെ ഉള്ളത്. കാരണം ആവശ്യമില്ലാത്തൊരു സാധനം അള്ളാഹ് പടച്ചു, അപ്പൊ അള്ളാഹിന്റെ സൃഷ്ടിപ്പ് അത്ര ഉന്നതല്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സത്യത്തിൽ പുതിയ കാലത്തും ഈ ഡ്യൂക്ക് യൂണിവേഴ്സിറ്റിയിലെ ശ്രീ വില്യം പാർക്കൺ എന്ന് പറയുന്ന ഒരു സയന്റിസ്റ്റും ശ്രീ റാൻഡി ബോളിഞ്ചർ എന്ന് പറയുന്ന ഒരു സയന്റിസ്റ്റും നടത്തിയ ഒരു ഗംഭീരമായ പഠനമുണ്ട്. ഈ പഠനത്തിൽ അവർ പറയുന്നത് ഈ അപ്പൻഡിക്സിന് ഇപ്പോഴും ഉപകാരമുണ്ട് എന്നാണ്. എന്തുകൊണ്ട്? കോളറ പോലെയുള്ള ചില വയറിളക്ക രോഗങ്ങൾ മൂലം കുടലിലെ ഉപയോഗപ്രദമായ സഹകാരി ബാക്ടീരിയകൾ നഷ്ടമാകുന്ന അവസരത്തിൽ അപ്പൻഡിക്സിൽ നിന്നാണ് അത്ര ആ ബാക്ടീരിയകൾ പിന്നീട് സൃഷ്ടിക്കപ്പെടുന്നത്. ഈ ഭൂലോകത്തെക്കുറിച്ചോ ശാസ്ത്രത്തെക്കുറിച്ചോ ഒന്നും അറിയാതെ ഞങ്ങൾ ശാസ്ത്രത്തിന്റെ ആളുകളാണെന്നും പറഞ്ഞിട്ട് പറയാം ഈ അപ്പൻഡിക്സ് ആവശ്യമില്ല. കാരണം അള്ളാഹുവിന്റെ സൃഷ്ടിയിൽ ഇത് വെറുതെ ഒരു വേസ്റ്റ് ഓർഗനാണ്, ഇതിന്റെ ഒരു കാര്യമല്ല എന്ന് പറഞ്ഞുകൊണ്ട് പരിഹസിച്ച് ചിരിക്കുക. ഈ മനുഷ്യനെ സൃഷ്ടിച്ചത് തീരെ കഥയില്ലാത്ത ഒരാളാണെന്ന് വെറുതെ പറഞ്ഞ് പരിഹസിച്ച് ചിരിക്കുക. ഏറ്റവും പുതിയ ഗവേഷണങ്ങളിൽ ഈ അപ്പൻഡിക്സിന് വലിയ സാധ്യതകൾ കാണുന്നു. കോളറ പിടിച്ചിട്ട് വയറിൽ നിന്ന് ഉപകാരികളാകുന്ന ബാക്ടീരിയകളെല്ലാം ഡിസ്ചാർജ് ചെയ്യപ്പെട്ടാൽ മനുഷ്യ ശരീരത്തിൽ ഈ ബാക്ടീരിയകൾ രൂപപ്പെടാൻ ഈ അപ്പൻഡിക്സ് വേണമെന്ന് പുതിയ പഠനങ്ങൾ വരുന്നു. ഒന്ന്. രണ്ടാമതായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മനുഷ്യന് ഇനിയും കോളർ പിടിച്ചില്ലെങ്കിലും പച്ചക്കുള്ള വസ്തുക്കൾ തിന്നാൻ ഒരു ശ്രമം നടത്താലോ, ആരെങ്കിലും നടത്തിയാലോ അവർക്കത് ദഹിപ്പിച്ച് കിട്ടണം എന്നുണ്ടെങ്കിൽ ഈ സാധനം ആവശ്യമാണെന്ന് ശാസ്ത്രലോകം ഒന്നിച്ചു പറയുന്നു. ഇനി അതൊന്നുമല്ലാത്ത രീതിയിൽ നമ്മൾ ചിന്തിക്കുക. പരിണാമം വഴി എന്ന് വെച്ചാൽ നാച്ചുറൽ സെലക്ഷൻ വഴി, പ്രകൃതി നിർദ്ധാരണം വഴി രൂപപ്പെട്ടതാണ് മനുഷ്യ ശരീരമെങ്കിൽ ഈ അപ്പൻഡിക്സ് പാടില്ലല്ലോ. കാരണം പണ്ട് പച്ചക്ക് തിന്നുന്ന കാലത്ത് ഇത് ആവശ്യമായിരുന്നു. പിന്നെ പച്ചയിൽ നിന്ന് മാറി പല രീതിയിലുള്ള പാചകം ചെയ്ത ഭക്ഷണം കഴിച്ചു. ഒരു വർഷമൊന്നുമല്ല, 10,000 കോടി വർഷം. അങ്ങനെ വരുമ്പോ ഈ ആവശ്യമില്ലാത്തൊരു ഓർഗൻ ഇല്ലാത്ത രീതിയിൽ നമ്മൾ രൂപപ്പെടണമായിരുന്നു. പരിണാമം തീരെ നടക്കുന്നില്ല എന്നതിന് തെളിവാണ് ഈ അപ്പൻഡിക്സ്. നല്ലോണം മനസ്സിലാക്കണം. പരിണാമം തീരെ നടക്കുന്നില്ല എന്നുള്ളതിന് ഏറ്റവും ഗംഭീരമായ തെളിവാണ് ഈ അപ്പൻഡിക്സ്. എന്തുകൊണ്ട്? മനുഷ്യ ശരീരം പ്രകൃതി നിർദ്ധാരണം സംഭവിച്ച് പ്രകൃതിയുടെ ആവശ്യങ്ങളോട് പൊരുതി മുന്നോട്ട് വരുന്നുവെങ്കിൽ, മനുഷ്യൻ കോടിക്കണക്കിന് വർഷം മുന്നേ പച്ചക്ക് തിന്നൽ ഉപേക്ഷിച്ചുവെങ്കിൽ, പച്ചക്ക് തിന്നുമ്പോൾ അതിനെ ദഹിപ്പിക്കാനാണ് ഈ അപ്പൻഡിക്സും അതിൽ സൂക്ഷിക്കപ്പെട്ട ബാക്ടീരിയകളും ആവശ്യമാകുന്നതെങ്കിൽ, ഈ കാലത്തത് ഉണ്ടാവാനേ പാടില്ല. കാരണം മനുഷ്യൻ പച്ചക്ക് തിന്നൽ നിർത്തിയിട്ട് കോടിക്കണക്കിന് വർഷങ്ങളായി. പല ഘട്ടങ്ങളിൽ കടന്നു വന്ന അപ്പൻഡിക്സ് ഇല്ലാത്ത കുഞ്ഞുങ്ങൾ ഇപ്പൊ ജനിക്കണമായിരുന്നു. ആ രോഗമല്ല ഞാൻ പറയുന്നത്, വിരല് പോലെ തൂങ്ങി നിൽക്കുന്ന ആ വേസ്റ്റ് ഉപകരണം, വേസ്റ്റ് ഓർഗൻ എന്ന് ഇവർ പറയുന്ന ഈ സാധനം,
ഇവരീ പറയുന്ന രീതി അനുസരിച്ച് പരിണാമം ശരിയല്ലെന്നതിന് തെളിവായിട്ടാണ് ഇത് മാറുക. അതുപോലെ അവർ പറയുന്ന ഓരോ കാര്യവും നമ്മളെടുത്ത് പരിശോധിച്ചാൽ സമയം കൂടുതൽ ആവശ്യമായി വരും. ഈ പരിഹസിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഈ നാട്ടിലെ യുക്തിവാദികളുടെ ക്ലിപ്പിൽ പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം കണ്ണ് സൂക്ഷ്മല്ല എന്നാണ്. പിന്നെ അവർ പറയുന്ന കണ്ണിൽ ഒരു ബ്ലൈൻഡ് സ്പോട്ട് എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ട്. തീർച്ചയായിട്ടും ഉണ്ട്. എന്താ ബ്ലൈൻഡ് സ്പോട്ട് എന്ന് പറഞ്ഞാൽ? ഈ കണ്ണിന്റെ ഘടനയൊക്കെ വിശദീകരിക്കാൻ എനിക്ക് സമയം പോരാ കേട്ടോ. ഒരു മഹാത്ഭുതമാണ് ഈ കണ്ണ്, മഹാത്ഭുതമാണ് ഈ കണ്ണ്. ഈ ഒരു ചെറിയ ഗോളം കൊണ്ട് സാധിക്കുന്ന വലിയ ധർമ്മം, അതിൻ്റെ ഉള്ളിലുള്ളതായ പലവിധ സംവിധാനങ്ങൾ, റെറ്റിനയെ കുറിച്ച്, റെറ്റിനയുടെ വികാസ പരിണാമങ്ങളെ കുറിച്ച്, കൂടുതൽ രക്തം വന്നാൽ, കൂടുതൽ പ്രകാശം വന്നാൽ കൂടുതൽ കാണാനാവും. അപ്പൊ നല്ല തെളിച്ചുള്ളിടത്ത് അതിലേറെ കൂടുതൽ വരാതിരിക്കാൻ റെറ്റിന ചുരുങ്ങി വരും. ഇരുണ്ട പ്രകാശത്തിലൊക്കെ നമ്മൾ കാണാൻ ശ്രമിച്ചാൽ കൂടുതൽ പ്രകാശം ആഗിരണം ചെയ്താലേ വസ്തുവിനെ കാണാൻ പറ്റുള്ളൂ. അപ്പൊ റെറ്റിന ഇങ്ങനെ വലുതായി വരും. ഈ ഡിറ്റക്റ്റീവുകളൊക്കെ ലെൻസ് ഇങ്ങനെ ക്രമീകരിക്കണത് പോലെ അവർക്ക് ഇങ്ങനെ ക്രമീകരിക്കുക ലെൻസ്. അതിന് കണ്ണ് പറ്റൂല, ഇങ്ങനെ ക്രമീകരിക്കാൻ പറ്റൂല. അത് വരാതിരിക്കാൻ കണ്ണിങ്ങനെ സങ്കോച വികാസം വഴി ക്രമീകരണം നടത്തും. നമ്മളറിയണില്ല, അതൊക്കെ റിഫ്ലക്സ് വർക്കുകളാണ്. അതിൻ്റെ ഈ ആകൃതി, ഷൈപ്പ്, കണ്ണിലുള്ള ഞരമ്പുകൾ, കണ്ണിൽ നിന്ന് തലച്ചോറിലേക്ക് ഈ വിഷ്വലുകൾ, ചിത്രങ്ങളും ഫോട്ടോസൊക്കെ കയറിപ്പോകുന്ന ചില സാധനങ്ങൾ, അതിനെക്കുറിച്ചാണ് ഈ ഒപ്റ്റിക് നാഡി എന്ന് പറയും. ഇതിൻ്റെയൊക്കെ മഹാസൃഷ്ടിപ്പിനെ കുറിച്ച് ആലോചിച്ചാൽ റബ്ബനാ മാ ഖലഖ്ത ഹാദാ ബാത്തില, പടച്ചോനെ ഇതൊന്നും നീ വെറുതെ സൃഷ്ടിച്ചതല്ലെന്ന് അന്തുള്ള ആർക്കും തോന്നിപ്പോകും. എന്നിട്ട് ഈ കണ്ണിന്റെ മഹാത്ഭുതങ്ങൾ ഓരോന്ന് പഠിച്ച് സൂക്ഷ്മമായി വിലയിരുത്തി ഒരു പോയിന്റിനെ മാത്രം പിടിക്കുക. കണ്ണ് വളരെ മോശമാണ്. കാര്യം ബ്ലൈൻഡ് സ്പോട്ട് പറഞ്ഞൊരു സാധനമുണ്ട്. എന്താ ബ്ലൈൻഡ് സ്പോട്ട്? കണ്ണിലെ ഒപ്റ്റിക് നാഡിയും റെറ്റിനയും ചേരുന്ന ഭാഗത്ത് പ്രകാശത്തിന് സംവേദനക്ഷമതയില്ലാത്തൊരു ഭാഗമുണ്ട്. എന്ന് വെച്ചാൽ പ്രകാശം അവിടെ പ്രതിഫലിക്കൂല, പ്രകാശം അടിച്ചാൽ അവിടെ കാണൂല. ഞാൻ നേരത്തെ പറഞ്ഞു, ഈ കണ്ണിലെ ഒപ്റ്റിക് നാഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിഷ്വലുകൾ തലച്ചോറിലേക്ക് പോകുന്ന ചെറിയ നാഡിയാണ്. അതിന് തളർച്ച ഉണ്ടാകുമ്പോഴാണ് കാഴ്ചക്കുറവ് വരൽ. വേറെ പല കാരണത്താലും വരും. ഇതിന്റെയും റെറ്റിനയുടെയും ഭാഗത്ത് കുറച്ച് സ്ഥലം എന്ന് പറഞ്ഞാൽ അരേക്കറൊന്നും ഉണ്ടാവില്ല. ഈ കണ്ണിന്റെ ഉള്ളിൽ ഒരു ചെറിയ സ്ഥലമാണ് ഈ പറയണത്. അവിടെ പ്രകാശം തട്ടിയാൽ പ്രതിഫലിക്കൂല. നമ്മളിപ്പോ ഒരു ഗ്ലാസ്സിലേക്ക് പ്രകാശം അടിച്ചാൽ നേരെ പ്രതിഫലിച്ച് കാണും. ഇതിലേക്ക് അടിച്ചാൽ അങ്ങനെ കാണണമെന്നില്ല. കുറച്ചുകൂടെ റഫായ, കുറച്ചും കൂടെ ഈ ബ്ലാക്ക് ആയ സാധനത്തിലേക്ക് അടിച്ചാൽ അവിടുന്ന് പ്രകാശം തീരെ അങ്ങോട്ട് വരില്ല. നമ്മുടെ ഈ സ്റ്റീല് പൊതിഞ്ഞിട്ടുള്ള ഈ നമ്മുടെ ഈ പില്ലറിലേക്ക് ലൈറ്റ് അടിച്ചാൽ ഇങ്ങോട്ട് വരും. അപ്പൊ കണ്ണിലെ നമ്മൾ തട്ടുന്ന പ്രകാശം തലകുത്തനം മറിഞ്ഞു വന്നിട്ടൊക്കെയാണ് ഈ കാഴ്ച സാധ്യമാവുന്നത്. അവിടെ കുറച്ചിടങ്ങളിൽ ഈ പ്രകാശ സംവേദനക്ഷമതയില്ലെന്നാണ് പറയുന്നത്. അത് ഭയങ്കര ഒരു മോശമായി പോയി എന്നാണ് ഇവർ കണ്ടെത്തിയത്. നമ്മൾ ആലോചിച്ച് നോക്കുക, അത് അവിടെ പ്രകാശ സംവേദനക്ഷമത ഇല്ലാത്തത് കൊണ്ട് കണ്ണിനെന്തെങ്കിലും കുറവുണ്ടോ? ഇല്ല, ഒരു കുറവില്ല. കണ്ണിന് അതുകൊണ്ട് എന്തെങ്കിലും കാഴ്ചയുടെ തകരാറ് വരുന്നുണ്ടോ? ഇല്ല. കണ്ണിന് റെറ്റിനക്ക് പകരം പ്രശ്നം വന്നാൽ കാഴ്ച തകരാറുണ്ടാവും. കണ്ണിലാകെ പാടം മൂടുന്ന ഈ പല രോഗങ്ങളും വരുന്നത് നമുക്കറിയാം, തിമിരം പോലുള്ളത്. അത് വന്നാൽ കാഴ്ചക്കുറവുണ്ടാവും. ഇവിടെ അങ്ങനെ ഒരു സംവിധാനം വന്നതുകൊണ്ട് കണ്ണിന് എന്തെങ്കിലും തകരാറുണ്ടോ? ഒരു തകരാറുമില്ല. പിന്നെ എന്തിനായിരിക്കും അല്ലാഹു തആല അങ്ങനെ ചെയ്തത്? അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിൽ നമുക്ക് ചോദ്യം ചെയ്യാൻ അവകാശമില്ല. അവിടെ കൂടെ പ്രകാശം സ്വീകരിക്കുമായിരുന്നെങ്കിൽ ചിലപ്പോ നമുക്ക് കണ്ണ് കാണാൻ പറ്റൂലായിരുന്നു. അമിതമായ ലൈറ്റ് ടോർച്ചിലേക്ക് കണ്ണിലേക്ക് അടിച്ചിട്ടുണ്ടെങ്കിൽ, നല്ല നിറമുള്ള ടോർച്ച് കണ്ണിലേക്ക് അടിച്ചാൽ നമുക്ക് കാണാൻ കഴിയില്ല. കൂടുതൽ പ്രകാശം വരുന്നതാണ് പ്രശ്നം. കണ്ണ് സ്വീകരിക്കുന്നതിന്റെ അപ്പുറം പ്രകാശം ചിലപ്പോ ഈ ബ്ലൈൻഡ് സ്പോട്ടും കൂടെ പ്രകാശത്തെ സ്വീകരിച്ചാൽ സംഭവിക്കാൻ സാധ്യത ഉണ്ട്. അങ്ങനെ വന്നാൽ കണ്ണ് കാഴ്ചക്ക് തകരാറ് വരും. അപ്പൊ കണ്ണി ഷേപ്പിൽ നിൽക്കണം എന്നുണ്ടെങ്കിൽ ആ സ്ഥലം കൂടെ ആവശ്യമുണ്ട്. അവിടെ പ്രകാശം സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ തകരാറ് വന്നേക്കും. അതുകൊണ്ട് ആ ഭാഗം കൃത്യമായി പടച്ച റബ്ബ് ബ്ലൈൻഡ് സ്പോട്ടാക്കി വെച്ചു. ഇതിനെ വിമർശിക്കാൻ പറ്റുന്ന എവിഡൻസ് എന്തുണ്ട്? നമ്മൾ ഇങ്ങനെ നിഗമനം നടത്തുക. കണ്ണിനൊരു കുറവുമില്ല, കണ്ണ് വേണ്ട രീതിയിൽ അള്ളാഹു പടച്ചിട്ടുണ്ട്. ആ ബ്ലൈൻഡ് സ്പോട്ടും കൂടെ കണ്ണിന്റെ ആവശ്യമാണെന്ന് വന്നാൽ എന്താണ് തകരാറ്? കണ്ണിലെ എല്ലാ ഭാഗത്തും പ്രകാശ സംവേദനക്ഷമത വേണമെന്ന് ആര് പറഞ്ഞു?
ബ്ലൈൻഡ് സ്പോട്ട് ഉണ്ടായിട്ടും കൃത്യമായി കണ്ണ് കാണുന്നുണ്ടല്ലോ. ബ്ലൈൻഡ് സ്പോട്ട് ഉണ്ടായിട്ടും കൃത്യമായി കണ്ണ് കാണുന്നുണ്ടല്ലോ. എന്നിട്ട് പരിഹസിച്ച് ചിരിക്കുക, കണ്ണ് പടച്ച ആള് തീരെ വിവരമില്ലാത്ത ആളാണ്, അതിൽ കുറച്ച് ബ്ലൈൻഡ് സ്പോട്ട് ഉണ്ട് എന്ന്. ഓരോന്നും അങ്ങനെ തന്നെ. മനുഷ്യന്റെ പ്രസവം അത് ഭയങ്കരമായി ഈ പ്രയാസമായത് ഇടുപ്പല്ലിന്റെ തകരാറ് കൊണ്ടാണെന്നാണ്. ഇടുപ്പല്ല് പറ്റ ലൂസാക്കി അള്ളാഹ് ഇട്ടിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ പെണ്ണിന് നടക്കാൻ പറ്റുമായിരുന്നോ? പെണ്ണിന് നടക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ വേറെ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകും. ഈ കുട്ടി പ്രസവം വഴി തന്നെ എത്രയോ ഡെവലപ്പ് ആവുന്നുണ്ട്. ആ ഇടുങ്ങിയ വിരൽ കൊണ്ട്, ഇടുങ്ങിയ ആ ഒരു പുറത്തു വരൽ കൊണ്ട്. അങ്ങനെ വന്നാലുള്ള ഗുണങ്ങൾ എന്തൊക്കെയെന്ന് സാമൂഹികമായും കുഞ്ഞും അമ്മയും തമ്മിലുള്ള ബന്ധം വഴിയൊന്നും ആര് ഗവേഷണം നടത്തി? അതിലാർക്കുണ്ട് താല്പര്യം? പോട്ടെ, ഇവരൊക്കെ പറയുന്നത് പോലെ കുട്ടികൾ ഉണ്ടാകാൻ പാടില്ല, ഒന്നോ അരയൊക്കെ മതി എന്ന് പറയുന്ന ആളുകൾക്ക് ഈ നല്ല വേദനയുള്ള പ്രസവം കൊടുക്കുന്നത് കൊണ്ട് പെണ്ണുങ്ങൾ അതിൽ നിന്ന് കുറച്ച് മാറിക്കുകയാണെങ്കിൽ അതൊരു നല്ല ഉപകാരമായിട്ടല്ലേ അവർ മനസ്സിലാക്കേണ്ടത്, അല്ലേ? പെണ്ണിന് അത് സഹിക്കേണ്ടി വരുന്ന ചില വേദനകളുണ്ട്. 3 ഘട്ടമായിട്ടാണ് പ്രസവം നടക്കുന്നത്, നമുക്കറിയാം. 3 ഘട്ടമാണ് പ്രസവം. അതിന്റെ ഏറ്റവും ലാസ്റ്റ് അവസരമാണ് ഈ മറുപിള്ള എന്ന് പറയുന്ന ബ്ലാഡർ പുറത്തു വരുന്നത്. അതുവരെ കൃത്യമായ രീതിയിൽ സംഭവിക്കുന്നു. പെണ്ണുങ്ങൾക്ക് പെയിൻ വരുന്നു എന്നത് സ്വാഭാവികം മാത്രം. ഈ പെയിൻ എടുപ്പല്ല് കുറച്ചും കൂടെ വലുതാക്കിയിട്ടുണ്ടെങ്കിൽ സംഭവിക്കില്ലായിരുന്നു എന്ന് പറഞ്ഞാൽ, എടുപ്പല്ല് വലുതാക്കിയിട്ടുണ്ടെങ്കിൽ എന്തൊക്കെ സംഭവിക്കുന്നുള്ളതിനെ കുറിച്ച് ആര് പഠിച്ചു? അതാണ് പ്രശ്നം. അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിൽ എന്തെങ്കിലുമൊക്കെ ഒരു പരാധീനതയുണ്ടെന്ന് പറഞ്ഞു പരത്തിയിട്ട് ഇതിന്റെ യാതൊരു കാര്യമില്ല, ഇതങ്ങനെ പരിണാമം വഴി രൂപപ്പെട്ടതാണെന്ന് അവർ പകരം വെക്കുക, ഒരു സിദ്ധാന്തം. അപ്പോഴും നമ്മൾ നേരത്തെ ചോദിച്ച ആ ഒരു പ്രധാനപ്പെട്ട ഒരു ചോദ്യം ബാക്കിയുണ്ട്. പെണ്ണ് എത്ര കൊല്ലമായി പ്രസവിക്കൽ തുടങ്ങിയിട്ട്? എത്ര കോടി വർഷമായി പ്രസവിക്കൽ തുടങ്ങിയിട്ട്? പ്രകൃതി നിർദ്ധാരണം വഴി പെണ്ണിലും ആണിലും മനുഷ്യരിൽ പരിണാമം വരുമെങ്കിൽ എന്തുകൊണ്ട് ഈ എടുപ്പല്ല് വികസിച്ച് പെണ്ണിന് സിമ്പിളായിട്ട് പ്രസവിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയില്ല? അതാലോചിക്കണല്ലോ. അവർ പറയുന്ന പരിണാമം വഴിയാണ് ഇതൊക്കെ സംഭവിച്ചത് എങ്കിൽ കോടിക്കണക്കിന് വർഷം നൊന്തുപെറ്റ പെണ്ണ്, കോടിക്കണക്കിന് വർഷം ഈ കുറേ കാലം പ്രസവിക്കുമ്പോൾ അടുത്ത തലമുറ ജീൻ വഴി കൈമാറി അങ്ങനെ പോയിട്ട് ഈ പെണ്ണിന്റെ പ്രസവം വളരെ സുഖകരമായ രീതിയിൽ സംഭവിക്കണ്ടേ? ഇതുവരെ അങ്ങനെ വരാത്തത് എന്തുകൊണ്ട്? നേരത്തെ നമ്മൾ അപ്പൻഡിക്സിനെ കുറിച്ച് പറഞ്ഞതുപോലെ ആവശ്യമില്ലാത്തൊരു സാധനമായിരുന്നു അതെങ്കിൽ എന്നോ അതില്ലാതായി പോകണം, ഇവരുടെ പരിണാമം ശരിയാണെങ്കിൽ. പക്ഷെ അവിടെ തന്നെ നിൽക്കുന്നു. എന്തുകൊണ്ട്? പരിണാമമല്ല, പടച്ച റബ്ബ് അത് സൃഷ്ടിച്ചതാണ്. എന്തിനു വേണ്ടി? അള്ളാഹുവിനറിയാം. ചിലതൊക്കെ നമ്മൾ കണ്ടുപിടിക്കുന്നു. തീരെ ദഹിക്കാൻ കഴിയാത്ത ഹാർഡായ ഫുഡ് ചെന്നാൽ കഠിനമായ ബാക്ടീരിയകൾ വരണം. അവ ശരീരത്തിൽ നമ്മുടെ ദഹന വ്യവസ്ഥയിൽ പരന്നു കിടക്കാൻ പാടില്ല, അത് കൂടുതൽ ദോഷം ചെയ്യും. അപ്പൊ ആവശ്യത്തിന് പുറത്തിറങ്ങാൻ വേണ്ടിയിട്ട് ഒരു പ്രത്യേകമായ ഈ സ്റ്റോർ റൂമിലൊക്കെ സൂക്ഷിച്ചു വെച്ച പോലെ ഈ അപ്പൻഡിക്സിൽ സാധനം വെക്കണം, ബാക്ടീരിയകൾ വേണം. കൊളറ പിടിച്ചിട്ട് സാധാരണഗതിയിലുള്ള ബാക്ടീരിയകൾ നശിച്ചു പോയാൽ ബാക്ടീരിയയെ റീസെറ്റ് ചെയ്യണം. അതിന് സ്റ്റോറേജ് ആയിട്ട് അവിടെ അപ്പൻഡിക്സ് ഉണ്ട്. പരിണാമം വഴി ആവശ്യമില്ലാത്തൊരു സാധനമായിരുന്നെങ്കിൽ കോടിക്കണക്കിന് വർഷത്തെ മനുഷ്യന്റെ ഈ ഒരു ഗമനത്തിനിടക്ക് അപ്പൻഡിക്സ് ഇല്ലാതാവണ്ടേ? സംഭവിക്കുന്നില്ലല്ലോ. മനുഷ്യൻ തന്നെ എത്ര കോടി വർഷമായി? എന്തുകൊണ്ട് മനുഷ്യനിൽ നിന്നൊരു സൂപ്പർമാൻ രൂപപ്പെട്ടില്ല? ഇതോടുകൂടെ കാര്യങ്ങളൊക്കെ തീർന്നോ? ഇനി ഒരു പരിണാമം ആവശ്യമില്ല എന്ന് ആര് തീരുമാനിച്ചു? ഞാൻ നേരത്തെ പറഞ്ഞു, ഈ ഫോസിൽ പഠനം കൊണ്ട് പരിണാമവാദികൾക്ക് തീരെ മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. അതുകൊണ്ട് പുതിയ കാലത്ത് പരിണാമവാദികൾ മുന്നോട്ട് വെക്കുന്നത് DNA തെളിവുകളാണ്. അതുകൂടെ പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാൻ ശ്രമിക്കാം. DNA തെളിവുകൾ. എന്താ DNA തെളിവുകൾ? അവർ പറയുന്നു, ചിമ്പാൻസി കുരങ്ങിന്റെയും മനുഷ്യന്റെയും DNA തമ്മിൽ 90% സാമ്യത ഉണ്ട്. 90% സാമ്യത ഉണ്ട്. അപ്പൊ മനസ്സിലായില്ലേ, ചിമ്പാൻസിയിൽ നിന്നാണ് മനുഷ്യർ രൂപപ്പെട്ടത് എന്നാണ് അവരുടെ കൂട്ടിച്ചേർപ്പ്. നമ്മൾ മനസ്സിലാക്കേണ്ട, DNA-യിൽ 0.5% വേരിയേഷൻ വ്യത്യാസം ഉണ്ടെങ്കിൽ പോലും രണ്ടും കൃത്യമായി വ്യത്യാസമുള്ള 2 സൃഷ്ടികളായിട്ടാണ് മാറുക. ഇത് 10% ഉണ്ട് വ്യത്യാസം. DNA-യിൽ ഒരു 0.5% വ്യത്യാസം വന്നിട്ടുണ്ടെങ്കിൽ, ഒരു നേരിയ വ്യത്യാസം വന്നിട്ടുണ്ടെങ്കിൽ അത് രണ്ടും വ്യത്യസ്തങ്ങളായ 2 സൃഷ്ടികളായിട്ടാണ് മാറുക. രണ്ടാമതായി
നമുക്ക് മറ്റ് ചില DNA-കളും പരിശോധിക്കേണ്ടി വരും. നമ്മുടെ നാട്ടിലെ പൂവമ്പഴം, അത് മനുഷ്യനും തമ്മിൽ 85% DNA-യിൽ സാമ്യമുണ്ട്. അപ്പോൾ മനുഷ്യൻ പൂവമ്പഴത്തിൽ നിന്ന് രൂപപ്പെട്ടു എന്ന് പറയേണ്ടി വരും. ഈസ്റ്റ്, അതും മനുഷ്യനും തമ്മിൽ 70% DNA-യിൽ സാദൃശ്യമുണ്ട്. ഈസ്റ്റ് എന്ന് പറയുന്ന ബ്രെഡൊക്കെ ഉണ്ടാക്കുമ്പോൾ ചേർക്കുന്ന ആ സാധനം. അപ്പൊ പരിണാമചക്രത്തെ നമ്മൾ വേറെ രീതിയിൽ ക്രമീകരിക്കേണ്ടി വരും. അമീബ, ദ്വികോശജീവി, പിന്നെ ബഹുകോശജീവി, പോന്ന് ചിമ്പാൻസി, നിയാൻഡർത്താൽ, ഒറാങ്കുട്ടാങ്, ലീമർ കുരങ്ങൻ, പിന്നെ ജാവ മനുഷ്യൻ എന്ന് പറയുന്ന ആ തർത്തീബൊന്ന് മാറ്റിയിട്ട് നമ്മൾ പരിണാമത്തെ ഒന്ന് മാറ്റിപ്പടയേണ്ടി വരും. ആദിയിൽ ഈസ്റ്റ് ഉണ്ടായിരുന്നു. അത് മനുഷ്യനുമായി 70% DNA സാദൃശ്യം ഉണ്ടായിരുന്നു. ഈസ്റ്റിൽ വിവിധങ്ങളായ എവല്യൂഷൻ നടന്ന് ഈസ്റ്റിൽ നിന്ന് പൂവമ്പഴം രൂപപ്പെട്ടു. അത് മനുഷ്യനോട് 80% സാദൃശ്യം ഉണ്ടായിരുന്നു. പൂവമ്പഴത്തിൽ നിരവധിയായ നാച്ചുറൽ സെലക്ഷൻ നടന്ന് അതിൽ നിന്ന് ചിമ്പാൻസി കുരങ്ങൻ രൂപപ്പെട്ടു. അത് മനുഷ്യനോട് 90% DNA സാദൃശ്യം ഉണ്ടായിരുന്നു. ചിമ്പാൻസിയിൽ പരിണാമങ്ങൾ വന്ന് മനുഷ്യൻ രൂപപ്പെട്ടു. ഇങ്ങനെ ഒരു പരിണാമചക്രം നമ്മൾ വേറെ രൂപീകരിക്കേണ്ടി വരും. ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് 1% 1/2% വ്യത്യാസം വന്നിട്ടുണ്ടെങ്കിൽ തന്നെ കൃത്യമായി മറ്റൊരു ജീവിയായിട്ടാണ് മാറുക. മനുഷ്യന്റെ പൂർവികൻ മുൻഗാമി എന്നുള്ള ഒന്നും വരൂല. ഏറ്റവും അവസാനമായി ഒരു കാര്യം കൂടി നമ്മൾ പറയാം. ആദം നബി അല്ലാഹു തആല പടച്ചു. ആ വിഭാഗത്തിലൂടെ ഇങ്ങനെ സൃഷ്ടികൾ രൂപപ്പെട്ടു വന്നു. അങ്ങനെ ഒരു പാരമ്പര്യം നിലനിൽക്കുമ്പോൾ തന്നെ, നല്ലോണം മനസ്സിലാക്കണം, അങ്ങനെ ഒരു പാരമ്പര്യം നിലനിൽക്കുമ്പോൾ തന്നെ, എന്ന് വെച്ചാൽ ആദം നബിന്റെ മക്കളായിട്ടുള്ള ടീംസ് ഒക്കെ ഉണ്ടാവുമ്പോൾ തന്നെ ഏതോ ഒരു അമീബയിൽ പരിണാമം വന്നു. ആ പരിണാമം മാറി വന്ന് ചിമ്പാൻസിയൊക്കെ വന്നിട്ട് അതിൽ നിന്ന് മനുഷ്യർ രൂപപ്പെട്ടു എന്ന് സയന്റിഫിക്കായിട്ട് എങ്ങനെയെങ്കിലും തെളിയാണെങ്കിൽ, ഇതുവരെ അത് തെളിഞ്ഞിട്ടില്ല. അത് ശാസ്ത്രലോകം ഒന്നിച്ച് അംഗീകരിച്ച ഒരു സിദ്ധാന്തമേ അല്ല. അത് മനുഷ്യന്റെ ഖുർആൻ പറയുന്ന കാര്യങ്ങളോട് ഒരർത്ഥത്തിലും എതിരാവുന്നതല്ല. അതും കൂടി നമ്മൾ നോക്കണം. ദൈവത്തെ നിഷേധിക്കാൻ പോകുന്നതുമല്ല. എന്തുകൊണ്ട്? ഈ പരിണാമം വെറുതെ നടക്കൂല. അതുകൊണ്ടാണ് നമ്മൾ ചോദിച്ചത്. കോടിക്കണക്കിന് വർഷം മുന്നേയുള്ള അമീബ വർഗം ഇപ്പോഴും ഉണ്ട്. അന്നുള്ള സൂക്ഷ്മജീവികൾ ഇപ്പോഴും അങ്ങനെ തന്നെ ഉണ്ട്. എന്തുകൊണ്ട് അതിൽ പരിണാമം നടന്നില്ല? പടച്ച റബ്ബ് വിചാരിച്ചില്ല. ഏതോ ഒരു അമീബ കുടുംബത്തിൽ പരിണാമം നടക്കണം എന്ന് അള്ളാഹു വിചാരിച്ചു. അങ്ങനെ അതിലൂടെ ഒരു പരിണാമം നടന്നു വന്നു. അതിൻ്റെ പിന്നിലും എന്തെങ്കിലും ഒരു ചാലക ശക്തി വേണം. അത് പടച്ച റബ്ബാണെന്ന് പറയുന്നതിനെ നിഷേധിക്കാൻ ഭൂലോകത്ത് സയന്റിഫിക് ആയിട്ട് ഒരു തെളിവില്ല. വെറുതെ യാദൃച്ഛികമായിട്ട് പരിണാമം നടന്നു. എന്നാൽ ലോകത്ത് എത്ര അമീബ വർഗങ്ങളുണ്ട്, അതിലൊന്നും പരിണാമം നടക്കാതിരുന്നത് എന്തുകൊണ്ട്? ഒരു വർഗം മാത്രം പരിണമിച്ച് മനുഷ്യനായി. മറ്റേ വർഗമൊക്കെ ഇപ്പോഴും ഒറ്റകോശ ജീവികളായിട്ട് അമീബായിട്ട് ഇങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുന്നു കോടിക്കണക്കിന് വർഷമായിട്ടും. എന്തുകൊണ്ട് അതിൽ നാച്ചുറൽ സെലക്ഷൻ നടന്നില്ല? എന്തുകൊണ്ട് അതിൽ ഈ പ്രകൃതി നിർദ്ധാരണം നടന്നില്ല? ഒരു സമൂഹ പശ്ചാത്തലത്തിൽ ഒരൊറ്റ ജീവിക്ക് മാത്രം പ്രകൃതിയുടെ നിർദ്ധാരണം വരികയും അപ്പുറപ്പുറപ്പുറപ്പുറൊക്കെയുള്ള ചേർന്ന് നിൽക്കുന്ന ജീവികൾക്കൊന്നും ഇത് വരാതിരിക്കുകയും ചെയ്യുന്ന സാഹചര്യം എങ്ങനെ ഉണ്ടാവും? ഇപ്പൊ ചൂടാകുമ്പോൾ ഉണങ്ങും, നല്ല വെയിലിട്ടയിൽ ഉണങ്ങും. നമ്മൾ ഒരേ വെയിലത്ത് കുറേ ഒരു സാധനം ഉണക്കാടുന്നു, മീൻസ് കുറച്ച് എള്ള് നമ്മൾ ഉണക്കാടുന്നു. ഒരേ വെയിലാണ്, ഒരേ പശ്ചാത്തലമാണ്. എന്നിട്ട് പറയാം ഒരു വിഭാഗം വെള്ള് മാത്രം ഉണങ്ങിയിട്ട് നന്നായിട്ട് നല്ലെണ്ണയ്ക്ക് പാകമായി, മറ്റേ എള്ളുകളൊക്കെ ആ പച്ചയായിട്ട് കടന്നു. ഇതെങ്ങനെ സംഭവിക്കാനാണ്? ഒരേപോലെയുള്ള വെയിലേറ്റാൽ എല്ലാ എള്ളും ഒരുപോലെ ഉണങ്ങിയിരിക്കും. ഒരു അമീബയ്ക്ക് മാത്രം പരിണാമം വന്ന് മനുഷ്യനായി. കോടാനക്കോടി അമീബകൾ ഇപ്പോഴും ഉണ്ട്. കോടാനക്കോടി വർഷങ്ങൾ മുമ്പുള്ള തലമുറ ഇപ്പോഴും ഉണ്ട്. അതിലൊന്നും ഒരു പരിണാമം വന്നില്ല. എന്തുകൊണ്ട്? മറുപടിയില്ല. മൂമിന് മറുപടി പറയാം വേണമെങ്കിൽ. ആ പരിണാമം ശരിയാണെന്ന് വരികിൽ ആ പരിണാമം ആ കുടുംബം അമീബയിൽ സംഭവിക്കാൻ പടച്ച റബ്ബ് വിചാരിച്ചു. അതുകൊണ്ട് അവൻ അതിൽ പരിണാമം നടത്തി. അങ്ങനെ ഒരു വിഭാഗം മനുഷ്യർ രൂപപ്പെട്ടു. ഇത് ശരിയാണെന്ന് കരുതിയിട്ടല്ല ഞാൻ പറയണത്. ആത്യന്തികമായി രണ്ട് പ്രശ്നം. ഒന്ന്, ജീവിവർഗത്തിന്റെ ഉത്ഭവം എങ്ങനെ? അത് ഡാർവിന്റെ സിദ്ധാന്തം പരിഹാരമേ അല്ല. അദ്ദേഹം പറഞ്ഞതുപോലെ ഒന്നാമത്തെ സൃഷ്ടിയെ ദൈവത്തിന് ഏൽപ്പിച്ചേ പറ്റുള്ളൂ. അപ്പോഴാണ് നമ്മൾ ഈ അവസാനം പറഞ്ഞ വിശദീകരണം. അങ്ങനെ കടന്നു വരി, എന്നിട്ട് മനുഷ്യൻ രൂപപ്പെട്ടു എന്ന് സങ്കല്പിക്കുക. എന്നാൽ അത് ദൈവത്തെ നിഷേധിക്കാൻ പോകുന്നതല്ല, ദൈവത്തെ അംഗീകരിക്കാൻ പറ്റിയ തെളിവാണ്. എന്തുകൊണ്ട്? മറ്റുള്ള വർഗങ്ങളിലൊന്നും പരിണാമം നടന്നില്ലല്ലോ. രണ്ടാമത്തെ സംഗതി ഈ
പരിണാമം എന്ന് പറയുന്നത് ശാസ്ത്രീയമായി തെളിയിക്കാൻ പറ്റുന്ന യാതൊരു തെളിവും ഇപ്പോഴുമില്ല. അതുകൊണ്ട് ക്രിയേഷൻ കൂടെ പഠിപ്പിക്കണം എവല്യൂഷനോടൊപ്പം എന്നും പറഞ്ഞ് അമേരിക്കയിലൊക്കെ സമരം നടക്കാറുണ്ട്. അത് സൃഷ്ടിവാദികളാണെന്ന് പറയാം. എന്നാലും ഈ ശാസ്ത്രലോകത്ത് വലിയ പുരോഗതിയുള്ള രാജ്യങ്ങളിലൊക്കെ വെറും പരിണാമം പഠിപ്പിച്ചാൽ പോരാ, പിന്നെ എന്തുകൂടെ പഠിപ്പിക്കണം? ഈ സൃഷ്ടിവാദം കൂടിയും പഠിപ്പിക്കണം എന്ന രീതിയിൽ സമരങ്ങൾ നടക്കുന്നു. മനുഷ്യൻ അള്ളാഹുവിന്റെ മഹത്തായ ഒരു സൃഷ്ടിയാണ്. അവനെ വെല്ലാൻ പറ്റുന്ന യാതൊരു സംഗതിയില്ല. തലച്ചോറിനെ കുറിച്ച് നമുക്ക് പഠിച്ചു നോക്കാം. ഏറ്റവും വലിയ സൂപ്പർ കമ്പ്യൂട്ടർ അമേരിക്കയുടെ നാസയുടേതാണ്. 5-6 റൂമിലാണ് അത് വിന്യസിച്ചിട്ടുള്ളത്. അതിലുള്ളതിനേക്കാൾ ഡാറ്റ നമ്മുടെ ഈ തലച്ചോറിൽ കൊള്ളുമെന്ന് ശാസ്ത്രം. 2 കോടി മഹാഗ്രന്ഥങ്ങളിലുള്ള വിജ്ഞാനം മൊത്തം നമ്മുടെ തലച്ചോറിന് ആവാഹിക്കാൻ കഴിയുമത്രേ. അങ്ങനെയാണ് അഹ്മദ് ഇബ്നു ഹംബൽ തങ്ങൾ 10 ലക്ഷം ഹദീസ് കാണാതെ പഠിക്കുന്നത്. ഇത്ര വലിയ തലച്ചോറും ഇത്ര സംവിധാനങ്ങളുമുള്ള മനുഷ്യൻ, നമ്മുടെ ഈ വിരലിനെ പറ്റി മാത്രം ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മുടെ ഈ ജനവാതിലിന്റെയും വാതിലിന്റെയും വിജാഗിരി പോലെ ഇങ്ങോട്ടും മടങ്ങാതിരിക്കാനുള്ള സംവിധാനം ഒന്നും ഇവിടെ അല്ല. രണ്ടും ഒരേ മോഡൽ, അപ്പുറം. പക്ഷെ ഇങ്ങോട്ടേ ഇത് വരുള്ളൂ, ഇതിന്റെ അപ്പുറത്തേക്ക് ഇത് പോരൂല. ഇങ്ങനെ വളയിലാന്നർത്ഥം. ഇങ്ങോട്ട് വളയുന്നത് പോലെ ഇത് ഇങ്ങോട്ടും വളഞ്ഞിരുന്നുണ്ടെങ്കിൽ ഒരു 2 ലിറ്റർ വെള്ളം നമുക്ക് പൊക്കാൻ കഴിയില്ല. അങ്ങനെ പോകും, കൈ ഇങ്ങനെ ആയി പോകും. അങ്ങനെ ഓരോ ഭാഗത്തെയും കുറിച്ച് നമ്മൾ പഠിച്ചു നോക്കുക. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ സൂറത്തു ദാരിയാത്തിന്റെ 21-ാമത് വചനത്തിൽ വഫീ അൻഫുസികും അഫലാ തുബ്സിറൂൻ, നിങ്ങളുടെ ശരീരത്തിൽ തന്നെയും അള്ളാഹുവിനെ മനസ്സിലാക്കാനുള്ള നിരവധിയായ തെളിവുകളുണ്ടെന്ന് പറയുന്നത്. അത് മനസ്സിലാക്കാനുള്ള പക്വതയും വിവേകവുമാണ് വേണ്ടത്, അന്വേഷണക്ഷമതയാണ് വേണ്ടത്. ഏതെങ്കിലും ഒരാളുടെ വൃത്തികെട്ടൊരു പ്രഭാഷണം കേൾക്കുമ്പോഴേക്ക് ഇതല്ലേ ശരിയെന്നും തീരുമാനമെടുക്കുന്നതിൻ്റെ മുമ്പ് പരിശുദ്ധ ഖുർആനും ഹദീസും വേണ്ട വിധം പഠിക്കാനുള്ള സന്നദ്ധതയാണ് നമ്മൾ പ്രകടിപ്പിക്കേണ്ടത്. അതുകൊണ്ട് അള്ളാഹുവിന്റെ സൃഷ്ടികർമ്മത്തിൽ യാതൊരു വൈകല്യമില്ലെന്നും നമുക്ക് ആവശ്യമില്ലെന്ന് തോന്നുന്ന വല്ല പാർട്ടും നമ്മുടെ ശരീരത്തിലോ മറ്റോ ഉണ്ടെങ്കിൽ അതിൻ്റെ ഉപകാരം നമുക്ക് മനസ്സിലായിട്ടില്ലെന്നും വൃത്തിയോടുകൂടി ഉൾക്കൊള്ളലാണ് ഏറ്റവും സംഗതമായ രീതി. എന്തുകൊണ്ട് ശാസ്ത്രലോകത്ത് തന്നെയും ആകെ മൊത്തം വിജ്ഞാനത്തിന്റെ 5% ഇതുവരെ നേടാൻ പറ്റിയിട്ടുള്ളൂ. നമ്മൾ ഇത്രമേൽ ശാസ്ത്ര പുരോഗതി നേടിയിട്ട് 5% നേടാൻ പറ്റിയിട്ടുള്ളൂ. ഈ 5% അപ്പുറമാണ് 95% വിജ്ഞാനം. ഗവേഷണങ്ങൾ നടക്കട്ടെ. ശരീരത്തിന്റെ ഓരോ പാർട്ടിന്റെയും വ്യത്യസ്തങ്ങളായ ഉപകാരങ്ങൾ, ആവശ്യകതകൾ തിരിച്ചറിയാൻ നമുക്ക് സാധിക്കുക തന്നെ ചെയ്യും. എന്തുകൊണ്ട് മാ തറാ ഫീ ഖൽഖിർ റഹ്മാനി മിൻ തഫാവുത്ത്, പടച്ച റബ്ബിന്റെ സൃഷ്ടിപ്പിൽ യാതൊരു വൈകല്യവും കാണാനേവാവില്ല. സുമ്മർജിഇൽ ബസറ കറത്തൈൻ, പിന്നെയും നീ ചിന്തിച്ചു കൊണ്ടിരിക്കുക. ഫർജിഇൽ ബസറ കറത്തൈൻ, പിന്നെയും ചിന്തിച്ചുകൊണ്ടിരിക്കുക. നിന്റെ കണ്ണ് പരാജയപ്പെടും, നിന്റെ ചിന്ത തോറ്റുപോകും. റബ്ബിനെ തോൽപ്പിക്കാൻ എനിക്ക് സാധ്യമല്ലെന്ന് പരിശുദ്ധ ഖുർആൻ. വിനയത്തോടുകൂടെ പഠനം തുടരുക, കൂടുതലായി അന്വേഷിച്ചുകൊണ്ടിരിക്കുക. ഏതെങ്കിലും ഒന്ന് കേൾക്കുമ്പോഴേക്ക് ഇതാണ് ശരിയെന്ന നിഗമനത്തിലേക്ക് എത്തുന്നതിൻ്റെ മുമ്പ് അത് സംബന്ധമായി അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ നമ്മുടെ യോഗ്യത എന്താണെന്നെങ്കിലും ഒന്ന് ആലോചിക്കുക. അള്ളാഹു നമുക്കൊക്കെ നല്ലത് പറയാനും കേൾക്കാനും ചിന്തിക്കാനും ഉൾക്കൊള്ളാനുമുള്ള തൗഫീഖ് നൽകുമാറാവട്ടെ. കൂടുതൽ പരിശുദ്ധ ഇസ്ലാമിലേക്ക്, ദീനിലേക്ക് അടുത്തു വരാനും ഈമാൻ ഉൾക്കൊള്ളാനും അങ്ങനെ ദുനിയാവിലും ആഖിറത്തിലും വിജയം നേടാനും അള്ളാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകുമാറാവട്ടെ. നമ്മുടെ സദസ്സിൽ തന്നെ ഹജ്ജ് വിചാരിക്കുന്ന കുറേ ആളുകളുണ്ട്. എല്ലാ അർത്ഥത്തിലും പടച്ച റബ്ബേ അവർക്ക് നീ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കണേ റഹ്മാനെ. വളരെ ആവേശത്തോടുകൂടെ, വളരെ സന്തോഷത്തോടുകൂടെ എല്ലാ കർമ്മങ്ങളും നിർവഹിച്ച് മടങ്ങി വരാൻ അവരെ നീ അനുഗ്രഹിക്കണേ തമ്പുരാനെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും.